താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യഹോവ നമ്മളെ കരുതുന്ന ദൈവമാണ്. അവൻ നമ്മെ പുലർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ ഒരു നാളും കൈവിടാത്തവനായ ഒരു ദൈവമാണ്. ഇന്ന് രാവിലെ സമയത്ത് ഇന്ന് വൈകിയ സമയത്ത് നമുക്ക് അവനെ സ്തുതിക്കാൻ, അവനെ നമുക്ക് ആരാധിക്കാൻ ഇരിപ്പാൻ കഴിയത്തില്ല. യഹോവ ഇമ്മാനുവേലാണ്. ഹല്ലേലൂയ. യഹോവ എബെനേസറാണ്. യഹോവ നിസിയാണ്. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ തളർന്നു പോവാൻ, ക്ഷീണിച്ചു പോവാൻ അപ്പൻ അനുവദിക്കാതെ വേണം. ഹല്ലേലൂയ. അങ്ങയുടെ ചിറകിന്റെ മറവിൽ ആശ്രയിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഭദ്രമായിട്ട് പരിപാലിച്ചു. അനേകർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അപകടങ്ങൾ, ആപത്തുകൾ, പലവിധமான പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോയപ്പോഴൊക്കെയും നമ്മളെ അവിടങ്ങളായി ദൈവം പരിപാലിച്ചു. ഹല്ലേലൂയ. ലോകത്തെ നോക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവേ, ആർക്കും സമാധാനമില്ലാതെ ഇരിക്കുമ്പോൾ സമാധാനത്താല് ദൈവം നമ്മളെ നിറച്ചിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കാം, നന്ദിയോടെ വാഴ്ത്താം. ഹല്ലേലൂയ. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജനങ്ങൾ കർത്താവിനെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, സറഫുകൾ ആരാധിച്ചതുപോലെ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗം അവിടെ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ആരാധനയിന്മേൽ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഹല്ലേലൂയ. We worship you, Lord. Thank you, Lord. You are holy God. Hallelujah. You are Alpha, you are Omega. Hallelujah. You are author and you are the finisher, Lord. ഇന്ന് വൈകിയ സമയത്ത് ദൈവപാദപീഠത്തിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. കണ്ണുകളെ അടയ്ക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, മനോഹരമാവുന്ന നല്ല ഈ വൈകിയ സമയത്തിനായിട്ടടിങ്ങ നദിയോട് അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ ഹല്ലേലൂയ വൈകിയ സമയത്ത് അടിയങ്ങൾ കടന്നു വരുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. നീ ഞങ്ങളെ അങ്ങ് പരിപാലിച്ചു, നീ ഞങ്ങളെ അങ്ങ് സൂക്ഷിച്ചു. ഒന്നിനും കുറവ് വരുത്തുവാൻ അപ്പച്ചൻ അനുവദിക്കാതെ വേണം. സകല നന്മകളാൽ ഞങ്ങളെ അങ്ങ് നിറച്ചു. ഹല്ലേലൂയ. കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥന അടിങ്ങളുടെ ജീവിതത്തില് അനുഗ്രഹമായിരിക്കാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കണ്ണുനീർ തൂകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മനസ്സറിയുന്നവനായ ഒരു ദൈവം, ഹല്ലേലൂയ, കർത്താവേ, കാൽവറി ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ തന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ആ കാണിച്ചു തന്നിരിക്കുന്ന നല്ല മാതൃക ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് പറയുവാനുള്ള അതോറിറ്റി ഞങ്ങൾക്ക് തന്നവനായ ഒരു ദൈവമേ, ഇന്ന് വൈകിയ സമയത്ത് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ മീറ്റിങ്ങിനെ ഞങ്ങളുടെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഇത് കണ്ടക്ട് ചെയ്യുന്ന ദൈവദാസനെയും കുടുംബത്തെയും ഹല്ലേലൂയ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അനുബേബി പാസ്റ്ററിനും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവനിയോഗ പ്രയാണം കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നീ കൊടുത്തിരിക്കുന്നതായ നിയോഗത്തിൻ പ്രകാരം കർത്താവേ നടത്തിയിരിക്കുന്നതായ മീറ്റിങ്ങിനുമേ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മുട്ടോളം അല്ലാരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തതായ ഒരു ആത്മാവിന്റെ വലിയ നദിയെ ഈ ദിവസങ്ങളിൽ ഞങ്ങളിൽ നിന്ന് ദൈവം പുറപ്പെടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് കർത്താവെ പാടുവാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൈവദാസനെ കർത്താവെ പശുനെബുക്കുരിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കാനഡയുടെ പ്രദേശത്ത് നിന്ന് ഇന്ന് വൈകിയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ സമയത്ത് വേർതിരിച്ച് ഞങ്ങളുടെ മീറ്റിങ്ങിനെ കർത്താവ് പാടുവാനായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി കർത്താവെ. അനേക രാജ്യങ്ങൾ, അനേക ദേശങ്ങളില് കർത്താവിന്റെ മാറ്റമില്ലാത്ത കർത്താവെ വചനവുമായിട്ട് കർത്താവെ നീ തന്റെ ദാസനെ അവിടുന്ന് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അപ്പച്ചനെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. വചനം ശുശ്രൂഷിക്കുന്ന കർത്ത ദാസിയെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ സൂം മീറ്റിങ്ങിന് വളരെ അനുഗ്രഹമായിരുന്നല്ലോ കർത്താവെ. പിന്നെയും ദൈവം അവിടുന്ന് ബലപ്പെടുത്തണമേ, അങ്ങ് ശക്തീകരിക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഹല്ലേലൂയ, ഈ മീറ്റിങ്ങിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. കർത്താവെ, പേര് പോലെ തന്നെ കർത്താവെ അത് അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇതിന്റെ നെറ്റ്വർക്കിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലൈവ് സ്ട്രീമിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എല്ലാ മീഡിയ ഇതിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം അവിടുന്ന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ യാതൊരു കർത്താവ് പോരുകൾ ഇതിന്മേൽ തൊടുവാൻ അപ്പച്ചൻ അനുവദിക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ പോലെ കർത്താവെ, ഹല്ലേലൂയ,
ദൈവത്തിന്റെ തീം അതിൽ ഇതിന്റെ മേലെ പച്ചൻ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം ശുശ്രൂഷിക്കാൻ പോകുന്നതുമായ എല്ലാ ദൈവഭൃത്യന്മാരെയും ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. വർഷിപ്പ് ലീഡ് ചെയ്തവര്, ഇനി വർഷിപ്പ് ലീഡ് ചെയ്യാൻ പോകുന്നവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ അടിങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് കർത്താവേ, ഹല്ലേലൂയ, നീ ഞങ്ങളോട് വ്യക്തമായിട്ട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല മാനവ മഹത്വം അങ്ങയ്ക്ക് തരുന്നു കർത്താവേ. ഞങ്ങളുടെ ഒരു നാമം ഇതിനകത്ത് പുകഴുവാൻ അപ്പച്ചൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. നിന്റെ കരങ്ങളിൽ സകലവും തന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ നിബു കുര്യന എന്ന് നമ്മുടെ കൂടെ ഉണ്ട്. വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് പാസ്റ്റർ നിബു ആണ്. ഏത് സമയത്ത് വിളിച്ചാലും പാസ്റ്റർ നിബു അവൈലബിൾ ആണ്. തന്നെയല്ല, പ്രസംഗിക്കാൻ സമയം കൊടുത്ത് പുള്ളി നന്നായിട്ട് പ്രസംഗിക്കും. പ്രവചിക്കണമെന്ന് പറഞ്ഞാൽ പ്രവചിക്കുകയും ചെയ്യും. ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദേവദാസനാണ്. ദൈവം ധാരാളം ഞങ്ങളുടെ പല മീറ്റിങ്ങിനകത്തും ദേവദാസന് ഉണ്ട്. ഞാനാണ് പാസ്റ്റർ അനുബേബി പാസ്റ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനാണ് പാസ്റ്ററെ. ഞാൻ ഹാഫ് ആൻ അവർ ആണ് ഇതിന്റെ ടൈം തന്നിരിക്കുന്നത്. എനിക്കിഷ്ടമല്ല ഈ ടൈം പറയുന്നതിനോട്. കാരണം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയമില്ലാതെ, പക്ഷെ നമ്മുടെ സൂം ഫ്രെയിമിന് ഒരു ടൈം ഉണ്ട്. നമ്മൾ അതിനെ മാനിക്കണതുകൊണ്ട് ഞാൻ ഹാഫ് ആൻ അവർ, ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ കിച്ചണിലായാലും നമ്മൾ എവിടെ പോയാലും ഡ്രൈവ് ചെയ്താലും എവിടെയാന്ന് പറഞ്ഞാലും നമുക്ക് അതിനൊക്കെ ഉള്ള സമയങ്ങളുണ്ട്. ദൈവം ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. പാസ്റ്റർ നിബു. Hallelujah, hallelujah. Praise the Lord. Hallelujah, hallelujah, hallelujah. സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തുതിച്ചാൽ. Hallelujah, hallelujah. ദൈവത്തിൻ്റെ ധന്യമുള്ള തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒന്നിച്ച് ഈ രാത്രിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവം നൽകുന്ന നല്ല സാവകാശത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇതിന് മുന്നിൽ നിന്നും നയിക്കുന്ന പ്രിയ അനുബേബി പാസ്റ്റർ, സ്തോത്രം, പ്രിയ അനിൽ ജോർജ് പാസ്റ്റർ, മറ്റ് ദൈവദാസിമാർ, പ്രിയ ലീഡ് ചെയ്യുന്ന പ്രിയ റിമി സിസ്റ്റർ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് ഒന്നിച്ച് ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആമേൻ, ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ഹറമനഹോധരബശഖായ ലഭന ഹംധുരാമന ഹസഖായ റശഖായ ആമേൻ, സ്തോത്രം. ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മെ മുന്നും ആമെ മുറ്റുമായി അറിയുന്ന, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ആമെ ആ ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആമെ വലിയ കൃപ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളെ അറിഞ്ഞ് ആമേ, സ്തോത്രം, നമ്മെ നിർത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ആമേ, ആ ദയക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറവുകൾ മാറ്റും ഉടമസ്ഥനെ
ദാനിയേലെ പോ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോ സ്നേഹിച്ചില്ല ഞാൻ, ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ, ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ. എന്നേശുവേ എൻ പൊന്നുനാഥനേ, ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. എന്നെ നന്നാ അറിയുന്നോനെ, എന്നെ നന്നാ മെനയുന്നോനെ, കുറവുകൾ മാറ്റുന്നുടമസ്ഥനെ, വില നൽകിയ എന്നെ യജമാനനെ, കുറവുകൾ മാറ്റുന്നുടമസ്ഥനെ, വില നൽകിയ എന്നെ യജമാനനെ, കുറവുകൾ മാറ്റുന്നുടമസ്ഥനെ, വില നൽകിയ എന്നെ യജമാനനെ. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി, ഹല്ലേലൂയ, നമ്മെ സ്നേഹിക്കുന്ന ഒരു ആളുണ്ടെങ്കിൽ, ആമേൻ ആമേൻ, നമ്മുടെ ദൈവമല്ലാതെ, നമ്മുടെ യേശുവല്ലാതെ വേറെ ഒരാളുമില്ല. ഹല്ലേലൂയ. വില നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങിയവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ കഴിയുമോ ഈ രാത്രികാല? ഹല്ലേലൂയ. എന്റെ കുറവുകൾ മുറ്റും അറിയുന്നവൻ. ഹല്ലേലൂയ. കുറവുകൾ മാറ്റും ഉടമസ്ഥനെ, വില നൽകിയ എന്റെ യജമാനനെ, കുറവുകൾ മാറ്റും ഉടമസ്ഥനെ, വില നൽകിയ എന്റെ യജമാനനെ. അങ്ങയുടെ മുഖത്തേക്ക് ആമേ രാത്രികാലം ഞങ്ങൾ നോക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ആമേ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങൾ ഈ രാത്രികാലം നോക്കുകയാണ്. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിന്റെ ദയ ജീവനേക്കാളും നല്ലതാണല്ലോ. ഓ, നിന്റെ ജീവനേക്കാൾ നല്ലതല്ലോ, നിന്റെ എത്രയോ ആശ്ചര്യമേ, എന്നാവൂ നിന്നെ നിത്യം സ്തുതിക്കും, നിന്റെ ജീവനേക്കാൾ നല്ലതല്ലയോ, എന്നാവൂ നിന്നെ നിത്യം സ്തുതിക്കും, നിന്റെ ജീവനേക്കാൾ നല്ലതല്ലയോ, നിന്റെ ജീവനേക്കാൾ നല്ലതല്ലോ, നിൻ സ്നേഹമെത്രയോ ആശ്ചര്യമേ, എന്നാവൂ നിന്നെ നിത്യം സ്തുതിക്കും, നിന്റെ ജീവനേക്കാൾ നല്ലതല്ലയോ. വിശുദ്ധ കരങ്ങളെ ഉയർത്തിയിടുവിൻ, അത്യുന്നതന സ്തുതി പാടുവിൻ, എന്നാവൂ നിന്നെ നിത്യം സ്തുതിക്കും, നിന്റെ ജീവനേക്കാൾ നല്ലതല്ലയോ.
യേശുനാമം 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 ഈ ജയം യേശുനാമം 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 ഈ ജയം ഓ ഹല്ലേലൂയ ഓ ശലബലബലബലബ ശേഖയ Hallelujah, 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 hallelujah. ഇന്ന് രാത്രികാലം ആമേ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്നും കൂടെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. Hallelujah, amen. I can do all things through my Christ. Hallelujah. എൻ്റെ ദൈവത്താൽ എനിക്ക് സകലതും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ആമേൻ. എൻ്റെ ദൈവമില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പത്രോസ് രാത്രി മൊത്തം അധ്വാനിച്ചു. ആമേൻ. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി അധ്വാനിക്കുകയും ഒത്തിരി ആമേൻ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ് ഈ ശീമോൻ. ആമേൻ. സ്തോത്രം. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ആമേൻ വലയിട്ടപ്പോൾ ഓരോ വലയിട്ടപ്പോൾ അവൻ്റെ കഴിവില്ലായ്മയാണ് തെളിയിച്ചത്. ആമേൻ. ഓരോ വലയിട്ടപ്പോഴും അവൻ്റെ കഴിവില്ലായ്മ തെളിയിക്കുകയായിരുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ പ്രഭാതത്തിൽ ആ യേശുവിൻ്റെ വാക്ക് കേട്ടു വല ഇറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടത്തെ ലഭിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ചിലയിടങ്ങളിൽ നമ്മുടെ കഴിവില്ലായ്മ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യേശുവിനെ ഒന്ന് സങ്കേതമായ ബലമായ നമ്മുടെ ആമേൻ കർത്താവിനെ ഒന്ന് കൂട്ടുപിടിച്ചാൽ മതി കേട്ടോ. ഹല്ലേലൂയ. ശൈലവും എൻ്റെ കോട്ടയുമായ ആമേൻ. ആമേൻ. എൻ്റെ ദൈവത്തെ നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? നമ്മുടെ കഴിവില്ലായ്മകളിൽ ആമേൻ ഒന്നുമില്ലായി ആ തീരുന്ന അവസ്ഥകളിൽ ആമേൻ ആ കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കുവാനിടയാകുമോ? ആമേൻ. ആമേൻ. താഴാതെ എന്നെ കാക്കുന്ന, വീഴാതെ എന്നെ സൂക്ഷിക്കുന്ന ആ നല്ല കർത്താവിനെ ഇന്ന് രാത്രികാലം ഒരിക്കൽ കൂടി കരങ്ങളെ അടിച്ച് ദൈവത്തിന് പാടി മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ രാമശഖായ ലബശന്ദരി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ. വീഴാതെ താങ്ങുന്ന, താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. ഓ വീഴാതെ താങ്ങുന്ന, താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ. വീഴാതെ താങ്ങുന്ന, താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. ഓ വീഴാതെ താങ്ങുന്ന, താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. കൽവരി ക്രൂശിൽ എൻ്റെ പെക്കാ കൈകൾ കാണിക്കായേൽപ്പിച്ചോരേ. കൽവരി ക്രൂശിൽ എൻ്റെ പെക്കാ കൈകൾ കാണിക്കായേൽപ്പിച്ചോരേ. കൺകൾ നിറയുന്നേ, ഉള്ളം തുടിക്കുന്നേ, രക്തം ചിന്തി എന്നെ വീണ്ടതിനാ. കൺകൾ നിറയുന്നേ, ഉള്ളം തുടിക്കുന്നേ, രക്തം ചിന്തി എന്നെ വീണ്ടതിനാ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ. വീഴാതെ താങ്ങുന്ന, താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. ഓ
കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. കഠിന ശോധന പർവ്വതങ്ങൾ, ജീവിത സാഗരെ പോരാട്ടങ്ങൾ, കഠിന ശോധന പർവ്വതങ്ങൾ, ജീവിത സാഗരെ പോരാട്ടങ്ങൾ, വൻതിരമാലവോ അനടിച്ചിടുമ്പോൾ മാറാത്തനാഥനെ സ്തുതിച്ചിടുന്നേ. ഓ വൻതിരമാലവോ അനടിച്ചിടുമ്പോൾ മാറാത്തനാഥനെ സ്തുതിച്ചിടുന്നേ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. ഓ വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. ഓ വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ. വീഴാതെ താങ്ങും താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. ഓ വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. കൽവറി ക്രൂശിൽ എന്റെ പേർക്കാ കൈകാകൾ കാണിക്കായി എത്തിച്ചോനെ. കൽവറി ക്രൂശിൽ എന്റെ പേർക്കാ കൈകാകൾ കാണിക്കായി ഏൽപ്പിച്ചോനെ. കൺകൾ നിറയുന്നേ ഉള്ളം തുടിക്കുന്നേ രക്തം ചിന്തി എന്നെ വീണ്ടതിനാ. കൺകൾ നിറയുന്നേ ഉള്ളം തുടിക്കുന്നേ രക്തം ചിന്തി എന്നെ വീണ്ടതിനാ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. ഓ വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. ഓ വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. ലോകത്തിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും
അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു പോഷനായി തോന്നിയാലോ, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുമേ. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു പോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുമേ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. ഓ അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും. ഇരിക്കുന്ന മുറികളിൽ ഹല്ലേലൂയ ആ ദൈവ സാന്നിധ്യം ഒഴുകട്ടെ. അവ ജീവജലത്തിന് നദികൾ ആരാധിക്കുമ്പോൾ തന്നെ ശരീരത്തിനകത്ത് വിടുതലുകൾ വ്യാപരിക്കട്ടെ, ദൈവിക സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. വലിയ ആത്മസാന്നിധ്യം എന്റെ ശരീരത്തിനകത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ആയിരിക്കുന്ന മുറികളിൽ ആ ആത്മാവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് അന്യഭാഷകൾ അല്പസമയങ്ങൾ ആരാധിക്കുവാൻ കഴിയുമോ? അന്യഭാഷകൾ വായികളെ തുറന്ന് Hallelujah. Oh, Rabashakaya was to Naragatuni. Oh, La Kavara Bashakaya Rabashe. Hallelujah, hallelujah. ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നമ്മോട് സംസാരിക്കുവാനുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാത്രികാലം നമ്മെ തൊടാനുണ്ട്. നമ്മെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. ചിലരുടെ ദൈവത്തിന്റെ ആത്മാവിന് തൊടുവാൻ ആഗ്രഹിക്കുന്നു. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൽ വിങ്ങിടും വേളകളിൽ ഇരുൾ തിങ്ങിടും പാതകളിൽ
കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താ കണ്ണുനീർ തുടയ്ക്കും. കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താ കണ്ണുനീർ തുടയ്ക്കും. കാത്തുപാലിക്കുമെന്നെ നിത്യം. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ബലവുമായിരിക്കുന്ന കർത്താവിൻ്റെ മുന്നിലേക്ക് ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾക്ക് അടുത്തു നിൽക്കുവാൻ, ഞങ്ങളുടെ ചാരെ നിൽക്കുവാൻ, ഞങ്ങളുടെ കൂടെ നിൽക്കുവാൻ അങ്ങുണ്ട് കർത്താവേ. ഹല്ലേലൂയ. അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന ഈ രാത്രി. ആമേൻ. മനുഷ്യർ മാറിപ്പോകും കർത്താവേ. മനുഷ്യൻ്റെ വാക്കുകൾ മാറിപ്പോകപ്പ. ഞങ്ങളോട് പ്രോമിസ് ചെയ്തവർ ആമേൻ അവരുടെ വാക്ക് മാറ്റും. എന്നാൽ ഇന്ന് രാത്രികാലം വാക്ക് മാറ്റാത്ത അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ കർത്താവേ. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം ഞങ്ങളോട് കൂടെയുണ്ടല്ലോ അപ്പച്ച. അങ്ങയുടെ മുന്നിലേക്ക്, അങ്ങയുടെ മുഖത്തേക്ക് ഈ രാത്രികാലം ഞങ്ങൾ നോക്കുന്ന അപ്പച്ച. ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. അങ്ങേ ആരാധിപ്പാൻ തന്ന സമയത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ നിബു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് വൈകിയ സമയത്ത് നമ്മുടെ മീറ്റിംഗിൽ റെഡി ചെയ്യുവാനായിട്ട് ദൈവം ഭാഗ്യം കൊടുത്തതിനായിട്ട് സ്തുതിക്കുന്നു. ദൈവം സമയം ഒരുക്കിയതിനായിട്ട് സ്തുതിക്കുന്നു. കാരണം ദേവദാസൻ പാടിയപ്പോൾ ഞാൻ ഇതിനെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ആ പാട്ട് തന്നെ ഞാൻ പാടി. ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷന് ഇന്ന് വൈകിയ സമയത്ത് ദൈവം പിന്നെ ഓർമ്മിച്ചു. അല്ലെങ്കിൽ ആരും മാറിപ്പോയാലും മാറാത്തവനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. കാനഡയുടെ പ്രദേശത്ത് നിന്ന് നമുക്ക് വേണ്ടി സമയം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ദേവദാസനെ ഞങ്ങളുടെ മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചപ്പോൾ ആ അപ്പാർട്ട്മെന്റ് താമസിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരന്
മീറ്റിംഗ് ലീഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം നെയ്ബേഴ്സ് ഒരുപാട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുമ്പോൾ അറിയാം അതിൻ്റെതായ പരിധികളുണ്ട്. ഇതൊക്കെ നോക്കി കണ്ടും ഒക്കെയും ഇന്ന് വൈകിയ സമയത്ത് നമുക്ക് വേണ്ടി സമയം വേർതിരിച്ചു തന്ന് നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും എൻ്റെ പേരിലും റഹബത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പേരിലും ദേവദാസന് അനിൽ ബേബി ജോർജ് പേരിലും ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞതായ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയമാണ്. പാസ്റ്റർ അനിൽ ജോർജും സാറ മറ്റേവിടും 2 പേരും നമുക്ക് ഇന്നത്തെ മീറ്റിംഗിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ സൂം മീറ്റിങ്ങിന് പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാർത്ഥന ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥന, ദൈവവചന ധ്യാനം, ഇതൊക്കെ നമ്മുടെ ഒരു പ്രോട്ടീൻ പൗഡർ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. നിരന്തരമായിട്ട് നമുക്കതില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് ഒരു ദേവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഒരു സ്റ്റോറി ഈ ദേവദാസൻ ഞങ്ങളോട് പറഞ്ഞു. പുള്ളി ഇങ്ങനെ കേരളത്തിൽ നിന്ന് മധ്യപ്രദേശത്തിലോട്ട് തന്റെ ബാച്ചിലർ ഡിഗ്രിക്ക് വേണ്ടി ഇയേഴ്സ് ഒക്കെ ഒരു 60-70 ആ ടൈമിലായിരുന്നു. ഇങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് ഈ വീട്ടിൽ നിന്ന് പോയതിന്റെ പ്രയാസം കാരണം പുള്ളി ആ ട്രെയിനിൽ ഉറങ്ങിയില്ല. ബാക്കി എല്ലാ പാസഞ്ചേഴ്സും ഉറങ്ങുമായിരുന്നു. ഈ 2 കള്ളന്മാർ ആ ട്രെയിനകത്ത് കയറി കക്കാനായിട്ട് കയറി വന്നതാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഈ കള്ളന്മാർക്ക് കക്കാൻ പറ്റുന്നില്ല. ദേ പ്ലാൻ ടു ഡു, ഈ മനുഷ്യനെ ഇടിച്ചു കൊല്ലാനായിട്ട് തുടങ്ങി. അപ്പം ഈ മനുഷ്യനെ ഈ ബൗൺസ് ബോൾ ഇട്ട് അടിക്കുന്ന പോലെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇടിക്കുകയാണ്. ഇടിക്കുന്ന സമയത്ത് ദേവദാസന് അന്നേരം മനസ്സിൽ തോന്നി, എൻ്റെ പിതാവ് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചവനായ ഒരു ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ സേവിക്കുന്നത്. ആ ദേവദാസൻ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. 3ാമതൊരു മനുഷ്യൻ ആ കമ്പാർട്ട്മെന്റിൽ കയറി വന്നിട്ട് ഈ ഇടിച്ചവന്മാരെ അങ്ങോട്ട് ഇടിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ ദേവദാസന്റെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ ആരും നിന്നെ ഒന്നും ചെയ്യത്തില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നിന്റെ എൻഡ് ഓഫ് ദി ജേർണി വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ട്രെയിൻ ഏതോ ഒരു കമ്പാർട്ട്മെന്റിൽ വന്ന് നിർത്തി, ഏതോ ഒരു സ്റ്റേഷനിൽ വന്ന് നിർത്തി. ഇവന്മാരെ ഈ 3ാമത് വന്ന മനുഷ്യന് ഒറ്റ കിക്ക് ചെയ്ത് പുറത്തിറക്കി. ഈ മനുഷ്യന് ഇപ്പൊ സംസാരിച്ചുകൊണ്ട് ദേവദാസൻ പറഞ്ഞു, ഞാൻ എന്നെ സഹായിക്കാൻ വന്ന ഈ മനുഷ്യനെ ഒന്ന് കാണാൻ നോക്കിയിട്ട് അവിടെ എങ്ങും കണ്ടില്ല. ഒരു ദൂതനെ ദൈവം ഇറക്കി. ആ ജേർണിയിൽ ആ മനുഷ്യനെ ദൈവം സൂക്ഷിച്ചു. ആ ദേവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു സ്റ്റോറിയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. നമ്മൾ ഏത് യാത്രയിൽ പോയാലും, ഇപ്പൊ സൂം പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും നമുക്ക് പ്രാർത്ഥന ഇല്ലെങ്കിൽ ഇതിനകത്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഒത്തിരി ട്രയൽസും ഒത്തിരി ട്രിബുലേഷനും ഒത്തിരി ഒബ്സ്റ്റക്കിളും ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് ദേവദാസൻ അനിൽ ജോർജും സാറാമ്മ ജേവിടും ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ മീറ്റിംഗ് പ്രസംഗിക്കേണ്ടത് സിസ്റ്റർ സുരു ശങ്കറാണ്. ദൈവവചനം നമ്മളോട് ശക്തമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് ദിവസം എന്റെ ശബ്ദം കേൾക്കാമോ? ഞങ്ങളുടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കർത്താവ് പ്രിയ ഉപാസനയിലൂടെ ഞങ്ങൾക്ക് തന്ന ആരാധനയ്ക്കായി സ്തോത്രം. എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും കർത്താവെ, ആരാധനയിലൂടെ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ സ്വർഗം ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഒരുക്കിയ സാവകാശത്തെ സൗഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തന്റെ ദാസനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. അനേകരുടെ മുറിവുകളെ കെട്ടുവാൻ പിന്നെയും തന്റെ ദാസനെ ഉപയോഗിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി തന്റെ വചനത്തെ ശുശ്രൂഷിക്കുന്ന സുരശങ്കരനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ ദാസി അവിടുന്ന് ശക്തിയോട് ഞങ്ങളുടെ മധ്യേ ഉപയോഗിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ജനത്തിന്റെ ഹൃദയത്തെ വിവേചിക്കുവാൻ, അവരുടെ കുടുംബത്തെ, തലമുറകളെ കർത്താവെ വിവേചിക്കുവാൻ ഇന്ന് രാത്രി തന്റെ ദാസി അവിടുന്ന് ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ന് രാത്രി സൗഖ്യങ്ങളും വിടുതലുകളും കർത്താവെ സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന സിസ്റ്ററായി സ്തോത്രം. ഇത്രത്തോളം കർത്താവ് പരിജ്ഞാനത്തോടെ ലീഡ് ചെയ്യുവാൻ തന്റെ ദാസിയെ സഹായിക്കുന്നല്ലോ കർത്താവെ. ഞങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ഓരോ ദിവസവും ഞങ്ങളെ താങ്ങി നടത്തുന്നതുകൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ആവശ്യങ്ങളെ അറിഞ്ഞ് പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവിന്റെ അഭിഷേകത്തിൽ നിന്ന് ആമേ കർത്താവെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ സ്വദേശത്ത് എത്തുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നാം ഇന്ന് ചെയ്തെടുത്ത എല്ലാ വൻ പ്രവൃത്തികൾക്കുമായി സ്തോത്രം. ഒരിക്കൽ കൂടി ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തുറന്ന ഹൃദയത്തോടെ ദിവസത്തിലായിരിക്കും ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം.
യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തയേശുവിൽ ഞങ്ങളോട് ആശ്രയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവാം ദൈവമേ, ഇത്രയും സമയം കർത്താവെ സ്തോത്രം തിരുസനയിലെ കർത്താവെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ, ആരാധനയോടെ ആയിരിക്കാൻ ഇടയാക്കി ഞാൻ ശ്രമിക്കുന്നു. അവിടുത്തെ തങ്കമുഖത്തേക്ക് നോക്കി ഒരാളും രചിച്ചു പോയിട്ടില്ലല്ലോ കർത്താവെ. ഒരു പുതിയ പ്രഭാതം നിന്ന നിലയിൽ ഒരു സന്ധ്യയുടെ സമയം മറ്റു പ്രദേശങ്ങളിൽ ഇന്ത്യ രാജ്യത്തൊക്കെ ആയിരിക്കുന്നവർക്ക് ഓർത്തു കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ചോദിച്ചതിലുപരിയായ നന്മകളാൽ നിറയ്ക്കുന്ന കർത്താവ്, ഞങ്ങളെ ഓരോരുത്തരെയും അതാത് അവസരങ്ങളിൽ അതാത് ഇടങ്ങളില് അതാത് ആവശ്യങ്ങളുടെ മുഖത്ത് കർത്താവെ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്നു. മിനിസ്ട്രിക്കായി സ്തോത്രം കർത്താവെ. കർത്താവ് ഒരാഴ്ച കർത്താവെ സ്തോത്രം ഉപവാസ പ്രാർത്ഥനയായി നടത്തുവാൻ അവിടുന്ന് ക്രമീകരിച്ചതിനായി സ്തോത്രം, കൃപ കൊടുത്തതിനായി സ്തോത്രം. അതിനായി കർത്താവ് നിന്റെ ഭക്തമതികളെ കർത്താവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂട്ടിവെച്ചതിനായി സ്തോത്രം. എന്റെ മകൻ പാടിയതുപോലെ ഹല്ലേലൂയ, എന്റെ സംഗീതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റെടുത്ത തുണ എവിടുന്നാണ് ഓരോരുത്തർക്കും പറയുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് മാത്രം കർത്താവെ, മറ്റാരുമല്ല കർത്താവെ. നിന്റെ ദാസി ആളില് കർത്താവെ ആളില് കർത്താവെ സംസാരിക്കുമ്പോൾ എന്റെ കർത്താവെ അവിടുന്ന് കൊടുത്തിരിക്കുന്ന വചനം അതാതിന്റെ പരിശുദ്ധാത്മാവിൽ തന്നെ അത് കർത്താവെ പറവാൻ തക്കവണ്ണം, അത് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ബലപ്പെടുത്തണമേ കർത്താവെ. സ്തോത്രം. വായിലെ വാക്കുകൾ ഹൃദയത്തിലെ ധ്യാനവും കർത്താവിന് തന്നെ പ്രസാദമുള്ളതായിരിക്കട്ടെ. അതുപോലെ കടന്നു വന്നിരിക്കുന്ന ലീഡ് ചെയ്യുന്ന എല്ലാവർക്കും സ്തോത്രം. ദാസനെയും കർത്താവെ കുടുംബത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിച്ചാട്ട് സുഖത്തോടെ ക്ഷേമത്തോടെ അവർ കൂട്ടി വരുത്തിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കർത്താവെ ഓറിസുടെ പ്രദേശങ്ങൾ ചെയ്യുവാൻ കർത്താവ് നിന്റെ ഭക്തന്മാർക്ക് കൃപ കൊടുത്തല്ലോ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടന്നു നിന്ന് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നന്മളാൽ നിറച്ചാട്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ പിതാവേ. Amen. Thank you, Sister Sarah McDavid and George Pastor. Also, we thank you. Again, എൻ്റെ വ്യക്തിപരമായ പേരിലും രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്റ്ററുടെ പേരിലും എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ വചനം ശുശ്രൂഷിക്കേണ്ട സിസ്റ്റർ സുലു ആണ്, ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മള് ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ടവരായിരിക്കണം. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഫോർ ഓൾ ഹു ആർ ലെഡ് ബൈ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാകണം, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ടവരായിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ആയിരിക്കണം. ഇന്നത്തെ ദിവസം 4ാമത്തെ ദിവസമാണ്. ഉപവാസ പ്രാർത്ഥനയുടെ 4th ഡേ ആണ്. നമുക്കറിയാം ദ ക്രിയേഷൻ ഒത്തിരി പ്രത്യേകതകളുണ്ട്. 4ാമത്തെ ദിവസത്തിന് ദൈവം വെളിച്ചം തന്നു, സൂര്യൻ തന്നു, പ്രകാശം തന്നു, വേണ്ടതെല്ലാം നമുക്ക് തന്നു. ഡേ ആൻഡ് നൈറ്റ് ഇതെല്ലാം തന്നു. ഈ ബഥാനിയയിലെ ലാസറിന്റെ അവിടെ കളറയിൽ പോയത് ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തു. നമുക്ക് 4 കോർണറുണ്ട്, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, പല പല കാര്യങ്ങൾ. ഈ 4ന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു ദിവസമായിരിക്കട്ടെ. ഒരു എൻകൗണ്ടർ, ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ നടക്കും. മാത്രമല്ല, നമ്മൾ കേട്ടിരിക്കുന്ന പ്രവചന ശബ്ദങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഇമ്പാക്ട് ചെയ്യുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. കേട്ട പ്രവചനങ്ങളൊന്നും മറന്നു പോകാൻ ഇടയാക്കാതെ വേണം. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നടന്ന് ദൈവത്തെ തീരുവാന് ദൈവം ഇടയാക്കണം. സിസ്റ്റർ സുലു ഇതിനകത്ത് ഒരു ന്യൂ മെമ്പർ അല്ല. എനിക്ക് തോന്നുന്നു ഈ മീറ്റിങ്ങിൽ ഈ സൂമിന്റെ ഒരു നല്ലൊരു ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ്. ഇത് യൂട്യൂബിനകത്ത് ഫേസ്ബുക്ക് ലൈവ് പല കാര്യങ്ങളിലും ഇതിന്റെ പുറകിൽ വളരെയധികമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ദേവദാസിയാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിന്റെ ടൈം 9:55 വരെയാണ്. കഴിവുള്ളവരൊക്കെ വീഡിയോ ഓൺ ആക്കുക. ശുശ്രൂഷിക്കുന്നവർക്കും ലീഡ് ചെയ്യുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ വളരെ സന്തോഷമായിരിക്കും. നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടതായ മുഖം, ഈ അനിൽ ജോർജ് പാസ്റ്റർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ഒറിസക്കാരനാക്കിയതിന്റെ മുഖമാണെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് നമ്മളെയൊക്കെ നമ്മൾ ആക്കിയിരിക്കുന്നത് നമ്മുടെ മുഖമാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സ്മൈൽ, നമ്മുടെ ചിരിയോടുകൂടി മുഖം കാണുന്ന
മറ്റുള്ളവർക്കൊക്കെ വളരെ അനുഗ്രഹമാണ്. നിങ്ങളൊക്കെ കേട്ടതുപോലെ ഇന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ നന്നായിട്ട് വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ബ്ലസ്സൻ എന്ന് പറഞ്ഞതായ ഒരു കർത്തദാസന് കഴിഞ്ഞ ദിവസം ഈ ലോകത്ത് നിന്ന് യാത്ര ചെയ്തു. കാരണം ഈ ദിവസം നമ്മൾ കാണുന്ന പോലെ അനേക ഭക്തന്മാര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവത്തിന്റെ വരവ് അടുത്തിരിക്കുന്നു. നമ്മൾ വി ആർ ഇൻ ദ എൻഡ് ടൈം ആണ്. നമ്മൾ ഈ ലോകത്തിൽ കാണുന്നതായ ഈ ഇതൊന്നും അല്ല, ഒരു വലിയ ഒരു എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമ്മൾ കാണാത്തതും അറിയാത്തതുമായി എന്തൊക്കെയോ നടക്കുന്നുണ്ട്. വലിയൊരു പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ദൈവജനങ്ങള് ഈ ദൈവത്തിന്റെ വരവെങ്കിൽ തള്ളപ്പെടുവാൻ ഇടയാകാതെ വേണം നമ്മൾ എടുക്കപ്പെടുന്നവരായിരിക്കണം. അതാണ് നമ്മുടെയൊക്കെ മീഡിയ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്രയോ കുടുംബങ്ങള് ഈ ഭർത്താക്കന്മാർ ചില ഭാര്യമാരെ ഭർത്താക്കന്മാരെ വിടാതെ മീറ്റിങ്ങിനൊക്കെ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു മീഡിയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ചിലരുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ആരാധിക്കുന്നു. പക്ഷെ നമുക്കറിയത്തില്ല കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും. അവർക്കൊക്കെ ദൈവം ഇതൊക്കെ ഒരുക്കി കൊടുത്ത് ദൈവത്തിന്റെ പ്ലാനിനകത്തതും പദ്ധതിക്കകത്തും ഉള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് സിസ്റ്റർ സുരു നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വാച്ചിനെ നമ്മളോട് ഇടപെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് കർത്താവെ അത് പെനിട്രേറ്റ് ചെയ്യണം, നമ്മുടെ ഹൃദയങ്ങളെ പെനിട്രേറ്റ് ചെയ്യണം. അത് മാംസങ്ങളെ തുളച്ചു പറയുന്ന ദൈവത്തിന്റെ ശബ്ദമായിരിക്കണം. അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ഒരു ശബ്ദമായിരിക്കണം. എന്ന രാത്രിയിൽ നമ്മളോട് ഇടപെടേണ്ടതിന് സോറി സിസ്റ്റർ സുലു, ഐ ടേക്ക് 1 or 2 minutes extra. I urge you 9:55 ഇത് നമുക്കത് വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്. അഗൈൻ നമുക്ക് സൂമിനൊരു ടൈം ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് 24 hours ദൈവത്തെ ആരാധിക്കുന്നത് നല്ലതാണ്. വരും ദിവസങ്ങൾ അതിനൊക്കെ വേണ്ടുന്ന സമയങ്ങൾ ദൈവം ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. എൻ്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സോ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് ഓൺ ആക്കുമെങ്കിൽ, കഥാനദാസി പറഞ്ഞ പോലെ, അനിൽ ജോർജ് ബാസ് പറഞ്ഞതുപോലെ തന്നെ ആക്കിയത് ആമേൻ. ഈ വീഡിയോസ് ഒക്കെ നമ്മുടെ മുഖം, ഞാനും എൻ്റെ സൂം മീറ്റിങ്ങിൽ പറയുന്ന എല്ലാവരും ഒന്ന് ലൈനിൽ വന്ന് ഒന്ന് ചിരിച്ച് കാണിക്കുന്നെങ്കിൽ അടുത്തിരിക്കുന്ന ഡിവൈസ് നിങ്ങൾ എത്ര കിലോമീറ്റർ ദൂരമാണെന്നല്ല, പക്ഷെ ഇന്ന് രാത്രി നിന്റെ മുഖം കണ്ട് ചിലരുടെ വിടുതലാകാൻ പോവാ. ആമേൻ. പ്രൈസിലോട് എത്ര പേര് സന്തോഷമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. ആമേൻ. റഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിക്കും ആമേൻ അപ്രകാരം റീന്യൂ സിസ്റ്റർ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ അനിൽ ജോർജ് പാസ്റ്റർ, ആമേൻ, അനി ബേബി പാസ്റ്റർ, ഹല്ലേലൂയ കുടുംബം, ആമേൻ, ബേബി പി എബ്രഹാം പാസ്റ്റർ ഒക്കെ കടന്ന എല്ലാ അഭിഷക്തന്മാർക്കും വീണ്ടും പറയുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ദാസി പറഞ്ഞ് ഞാനൊരു പുതിയൊരു വ്യക്തിയല്ല. ആമേൻ. നിങ്ങളുടെ റഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ എവിടോ ഒരു ഭാഗമായി കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ആമേൻ. എത്ര പേര് സന്തോഷമുള്ളവരാണ്. ആമേൻ. നമ്മളെല്ലാവരും ഉണ്ട് ഇതിനകത്ത്. ഞാൻ നിങ്ങളുടെ ഇവിടെ ഒരു 1% നിങ്ങളെല്ലാം ഈ ഗ്രൂപ്പിന്റെ വലിയ ആൾക്കാരാ. ആമേൻ. ആമേൻ. എത്ര പേര് സന്തോഷം. ഞാൻ റഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ആളാണെന്ന് പറയാനൊരു നമുക്കൊരു എത്ര പേര് കര ഉയർത്താൻ പറ്റും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൊണ്ടയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് ചുമയൊക്കെ ഉണ്ടെങ്കിൽ ദൈവം ആമേൻ ബലപ്പെടുത്തട്ടെ. നിശ്ചയമായി കണ്ടിന്യൂ ആയിട്ട് ഞങ്ങളുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. 40 രാത്രിയും ഹല്ലേലൂയ ഓൾ നൈറ്റുകളൊക്കെ നടക്കുന്നു. തൊണ്ടയ്ക്ക് റെസ്റ്റ് ഇല്ലാത്തതിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, നമുക്കുള്ളത് ദൈവം നമുക്ക് തരാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് ഹല്ലേലൂയ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. ആരും ഇതിനകത്തുനിന്ന് നിങ്ങൾ ആമേൻ കേൾക്കുന്ന ദൂത് ശ്രദ്ധിച്ച് കേൾക്കുക. ആമേൻ. അത് നിങ്ങൾ ഹല്ലേലൂയ 7ാം പകൽ ആമേൻ ഈ ഉപവാസം തീരുന്നതിന് മുന്നേ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറുപടി തരാൻ പോകുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഹല്ലേലൂയ പലപ്പോഴും ഞങ്ങൾ ചെറിയൊരു കൂട്ടമാണെങ്കിലും എപ്പോഴും പറയും, ഉപവസിക്കുന്ന വിഷയത്തിന് മറുപടിയായി എഴുന്നേൽക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുത്. എത്ര പേർ അല്ലെങ്കിൽ 7 ഇരുന്നു, 21 ഇരുന്നു, ആമേൻ 40 ഇരുന്നു എന്ന് പോകുന്നവരല്ല, ഇതിനകത്ത് കടന്നു വരുന്നവര് വിടുവിക്കപ്പെടണം. ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി എൻ്റെ വിടുതലിന്റെ സമയമാണ്. ഓരോ ദൈവദാസന്മാരൊക്കെയും ഇതിനകത്ത് കടന്നു വരുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവ്
എനിക്ക് ലൈനിൽ കടന്നു വരാൻ പറ്റുന്ന സമയങ്ങൾ ഒക്കെയും ഞാൻ പറയും, കർത്താവ് എന്നോട് ദൈവശബ്ദം എൻ്റെ ജീവിതത്തിൽ അടഞ്ഞു നിൽക്കുന്ന ചില വാതിലുകളെ അഭിഷക്തന്മാർ പ്രവചിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നത്, ഹല്ലേലൂയ, അധികാരമുള്ള ഹല്ലേലൂയ പ്രവാചകന്മാർ ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് പറയുമ്പോൾ തുറക്കുന്ന ഒരു ദൈവശക്തി. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി വചനം വൃഥാവായി പോകാനല്ല, വചനം ഇന്ന് രാത്രി ചലിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ ഹല്ലേലൂയ സന്തോഷമുള്ളവർ നിങ്ങളുടെ എല്ലാം ഡിവൈസുകൾ ഓൺ ആക്കുക. ആമേൻ. പലപ്പോഴും ഡിവൈസുകൾ ഓൺ ആക്കി ആമേൻ കയറിയിട്ട് ഓൺ ആക്കാതിരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, നിങ്ങൾ ഓൺ ആക്കുന്നെങ്കിൽ നിശ്ചയമായി ദൈവത്തിന് എന്തോ ഒന്ന് പറയാനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മോട് എന്തോ ഒന്ന് സംസാരിക്കാനുണ്ട്. വേഗം ഞാൻ കല്ലിലെടുക്കാൻ ആകെ ലൂക്കോസിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന് 25-ഉം 26-ഉം വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കുന്നതായിരിക്കും. മലയാളത്തിൽ ദയവായിട്ട് നിങ്ങളുടെ വായിച്ച് എന്നെ സഹായിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിലാണ്. വായിക്കാം. ലൂക്കോസ് 4 25-ഉം 26-ഉം. ഏലിയാവിന്റെ കാലത്ത് ആ. ആകാശം മൂവാണ്ടും 6 മാസവും അടഞ്ഞിട്ട് ആ. ദേശത്തെങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഉം. ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വാസ്തവമായി നിങ്ങളോട് പറയുന്നു. ഉം. എന്നാൽ സീദോനിലെ സരത്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ ഉം. അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. ഉം. അവണ്ണം എലിശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല മതി. കുഷ്ഠ മതി മതി. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് വചനത്തിനായി സ്തോത്രം. ഈ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നതിന് അസാധാരണമായ ദൈവിക സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടണം. പരിശുദ്ധാത്മ ഞങ്ങളോട് ഇടപെടണം. ദൈവ സാന്നിധ്യം ജനം അങ്ങയുടെയാണ്, വചനം അങ്ങയുടെയാണ്. പരിശുദ്ധാത്മന്റെ വലിയൊരു സാന്നിധ്യം നിന്റെ ദാസിയും നിന്റെ ദൈവമാണ്. പരിശുദ്ധാത്മന്റെ വലിയൊരു കൃപ ഇതിന്റെ അകത്ത് ഓരോ വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. അത്ഭുതം ചെയ്യാൻ പോകുന്ന മഹത്വം വെളിപ്പെടാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലൊരു സ്മൈൽ. ഹല്ലേലൂയ. നമ്മളൊരു ദീർഘയാത്രയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുക്കമുള്ള ഉപവാസ ക്ഷീണം ഉണ്ടെങ്കിലും നമ്മളൊരു യാത്രയ്ക്ക് സേദോനിലോട്ട് പോകാൻ പോവാണ്. സാറാപ്പത്തെ വിധവയുടെ ഭവനത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി എത്ര പേര് ഒരുക്കമുള്ളവരാണ്? ഞാൻ ഒരുക്കമാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരും കൊണ്ട് ഞാൻ സിഹാമേൻ കടന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചെല്ലുന്നോട് ഞാൻ പ്രാരംഭത്തിൽ പറയട്ടെ, എനിക്ക് ഇന്ന് വരെയും മലയാളം എഴുതുവാനോ വായിക്കുവാനോ അറിയാത്ത ഒരു വ്യക്തിയാണ്. ആമേൻ. നിങ്ങളെല്ലാവരും സന്തോഷം ഉണ്ടെന്ന് തോന്നി ഇത് കേട്ടപ്പോൾ. ഇല്ലാത്തവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാരംഭത്തിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്ക് എവിടെയെങ്കിലും ഒന്ന് വന്നെങ്കിൽ നിങ്ങൾ ദൈവനാമത്തിൽ ക്ഷമിക്കണം. ഹല്ലേലൂയ. കർത്തൃവേലയിൽ ഇവിടെ കേരളത്തിൽ വന്ന പിന്നാണ് ഞാൻ മലയാളത്തിൽ ശുശ്രൂഷിക്കുന്നത് പോലും. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയാൽ. ഹല്ലേലൂയ. ഞാൻ ഇംഗ്ലീഷ് ബൈബിളാണ് യൂസ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്താണ് അറിയുന്നത്? ദൈവമാ പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. എങ്കിലും പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നമുക്കൊരു ചരിത്രത്തിലേക്കൊന്ന് പോകാം. പതിയെ ശാന്തമായിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വചനത്തിൽ ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ക്ഷാമകാലത്തിൽ അവിടെ സാറാപത്തില് കുറേ വിധവമാരുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മുക്കിന് തന്നെ എത്ര വിധവകളുണ്ട് അല്ലേ? നമുക്കറിയത്തില്ല. പക്ഷെ ഒത്തിരി പേരുണ്ട്. പക്ഷെ ആ സമയത്ത് ആമേൻ 3.5 വർഷക്കാലം ആമേൻ മഴയില്ലായിരുന്നു. ഹല്ലേലൂയ. കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു, പ്രതികൂലമായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ആമേൻ. അവിടെ ക്ഷാമത്തിനോട് ഭാരപ്പെടുന്നു. പക്ഷെ ഏലിയാവ് കേര്യത്തിൽ നിന്ന് കർത്താവ് ഏലിയാവ് കേര്യത്തിൽ പോയപ്പോൾ തന്നെ ആദ്യം ഒരു വാക്ക് പറഞ്ഞു, ഞാൻ നിന്നെ കേര്യത്തിലേക്ക് അയക്കുന്നു, ഞാൻ അവിടെ നിനക്ക് വേണ്ടി കാക്കി അയച്ചിരിക്കുന്നു, നിനക്ക് നല്ല ഭക്ഷണവും നല്ല ആഹാരവും ദൈവം തരുമെന്ന് ഒരാളോട് ഒരു ഹല്ലേലൂയ ആമേൻ 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 നമ്മുടെ ആമേൻ കാക്കിയോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കാക്കിയോട് പറഞ്ഞു നോക്കണം. അതിനെക്കുറിച്ച് ആമേൻ രാവൻ എന്ന് പറഞ്ഞ ഹല്ലേലൂയ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ആ വചനത്തിൽ ഹല്ലേലൂയ വ്യക്തമായി പറയുന്നത് ആമേൻ ആമേൻ ഹല്ലേലൂയ മല്ലനായ ഒരു കാക്കയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കാക്കയുടെ സ്വഭാവം. ആമേൻ. നമ്മുടെ ഒക്കെ കുറെ സ്വഭാവങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമാണല്ലോ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഒക്കെ സ്വഭാവമുണ്ട്. ആമേൻ. നമ്മുടെ കാക്ക നമ്മുടെ കുഞ്ഞിന് ആഹാരം കൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ കാക്ക ഓടി പറന്നു വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നതുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെയൊക്കെ കൂട്ടത്തിലും ഉണ്ട്, നമ്മുടെയും സ്വഭാവമുണ്ട്. പക്ഷേ ഈ കാക്കയെ ദൈവം എന്ത് ചെയ്തു? ഈ കാക്കയുടെ ഹല്ലേലൂയ കാക്കയോട് പറഞ്ഞു, നീ ചെന്ന് എന്റെ ഭക്തനായ ഏലിയാവിന് ഭക്ഷണം കൊടുക്കണം. ആമേൻ.
കാക്കയ്ക്ക് നല്ല അനുസരണമുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞു, ഇനി നീ കേരളത്തിൽ ഇരിക്കാനല്ല, ഇനി നീ ഞാൻ സാറാഭത്തിലേക്ക് പോകും. എന്നെ ഞാൻ അവിടെ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. സാറാഭത്തെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി വിധവമാരുണ്ട്, പക്ഷേ അതിനകത്ത് ഒരു സെലക്ഷൻ ഉണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധ പറയുന്നു, ഇതിനകത്ത് 46 ഡിവൈസുകളുണ്ട്, പക്ഷെ പരിശുദ്ധ ചിലത് സെലക്ട് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആ ദൂതിനെ, ആമേൻ, എന്നെ കേൾക്കുന്ന വ്യക്തി, നിങ്ങൾ ആരും പ്രതികരിക്കാതിരിക്കല്ലേ. വചനം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ, വചനം നിന്റെ ശരീരത്തിൽ, നിന്റെ വിഷയത്തിന്മേൽ ചലിക്കണമെങ്കിൽ, നീ ആ ദൂതിനെ ഏറ്റെടുത്ത് ആരാധന. ആമേൻ, ഹല്ലേലൂയ. എന്റെ ഞാനൊരു ചെറിയൊരു സും നടത്തുക, എനിക്ക് ഭയങ്കര നിർബന്ധം എല്ലാ വ്യക്തി ജീവിതങ്ങള് ആമേൻ അൺമ്യൂട്ട് ആയിരിക്കും. ആമേൻ, അവരെയൊക്കെ ആമേൻ ആരാധിക്കാൻ കൃപകൾ ഇന്ന് രാത്രി വചനത്തിൽ കൊണ്ട് നിനക്ക് ദൈവം ഒരു കൃപ തരാൻ പോകുന്നു. ആ കൃപ പ്രാപിക്കണമെങ്കിൽ നീ ചലിക്കാൻ തുടങ്ങുമെങ്കിൽ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിനകത്തളത്ത് വെളിപ്പെടും. ആമേൻ, ആമേൻ. നോക്കണം, ക്ഷാമകാലത്തിലായിരിക്കുന്ന ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, നീ കേരിത്തു വിട്ടു പോകണം. ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് പറയുന്നു പറ്റത്തില്ല, ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ചിലനെ സെലക്ട് ചെയ്യാൻ പോകുന്നു. ഇന്ന് രാത്രി ചില മേഖലയ്ക്കകത്ത് ദൈവം സെലക്ട് ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഇന്ന് പരിശുദ്ധാത്മാ ചിലനെ നോക്കി പരിശുദ്ധമ്മ വ്യക്തമായി പറയുന്നു, ഞാൻ നിന്നെ സെലക്ട് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഏലിയാവ് പറഞ്ഞ വാക്കിൽ ഏലിയാവിന് നല്ല വിശ്വാസമുണ്ട്. കേരളത്തിൽ ഇരുത്തുവാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാക്കയുടെ വരവും കേരളത്തിലെ തോട്ടിലെ വെള്ളം പറ്റിയാൽ, ആമേൻ, കാക്കയുടെ വരവ് നിന്നാൽ ഒന്ന് പറയുന്നു, ഉറപ്പുണ്ട്, നിനക്കൊരു സാറാഭത്ത് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി, നീ കടന്നു പോകുന്ന ശോധന വേദനകളൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് നിനക്കൊരു വഴി, തിരിവ് വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഒരു സെലക്ടഡ് ഏരിയ, ദാറ്റ് മീൻസ് യു ഹാവ് ഒരു സെലക്ടഡ് കോണ്ടിനെന്റ് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സെലക്ടഡ് ഒരു വീട് നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. സെലക്ടഡ് ചില വ്യക്തി ജീവിതങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സെലക്ടഡ് ആയിരിക്കുന്ന ചില മേഖലകൾ നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വാസത്തോടെ പറയാൻ തയ്യാറാണ്, എനിക്ക് വേണ്ടിയുള്ള സെലക്ടഡ് ആയിരിക്കുന്ന ആ മേഖലയ്ക്കകത്ത് എന്നെ ദൈവം കൊണ്ടു നിർത്താൻ പോകുന്നു. ആമേൻ. എത്ര പേർ അതിനെ പ്രൊക്ലെയിം ചെയ്യാം? ആമേൻ. വചനം നീ നിന്നെ തന്നെ ഒന്ന് പ്രൊക്ലെയിം ചെയ്യുമ്പോഴാണ് ചലിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അയ്യോ കേട്ടപ്പോൾ സിസ്റ്റർ പറഞ്ഞിട്ട് പൊക്കോട്ടെ, അല്ലെങ്കിൽ ദൈവദാസന്മാർ പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്നല്ല. ഇന്ന് രാത്രി യു ഹാവ് ടു ബി പ്രൊക്ലെയിംഡ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രൊക്ലെയിം ചെയ്യണം. when you are going to proclaim, your blessings will be coming to you. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി നിന്റെ blessings നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ you have to be proclaimed. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ വാഗ്ദത്തങ്ങളെ നീ പ്രൊക്ലെയിം ചെയ്യാൻ പോവാ. ഇന്ന് രാത്രി നീ പ്രൊക്ലെയിം ചെയ്യുമ്പോഴാണ് നിന്റെ ശൂന്യമായി കിടക്കുന്ന ചില മണ്ഡലങ്ങളെ നോക്കി ഇന്ന് രാത്രി ദൈവം ചലിക്കാൻ പോകുന്നത്. ആമേൻ. വചനത്തിൽ വീണ്ടും കടന്നു വരാം. ഹല്ലേലൂയ. അവിടെ ചെന്നു. ആമേൻ. സാറാഭത്ത് വിധവ വെളിയിൽ ചെറിയ വിറകുകളൊക്കെ എടുക്കുക. ആമേൻ. ഏലിയാവ് ദൂത് കേട്ടിട്ടാണ് ഇറങ്ങിയത്. ഇന്ന് രാത്രി എത്ര പേര് ദൂത് കേട്ടിട്ട് ഇറങ്ങിയവരുണ്ട്? ദൈവ വിളി കേട്ടവർ ഇറങ്ങിയവരുണ്ട്. രാത്രി ദൈവമേ, ഹല്ലേലൂയ. ഞാൻ റീനു സിസ്റ്ററിനെ ഒത്തിരി ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഞാനും ലൈവിൽ വരുന്നില്ലെങ്കിലും ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം ഹല്ലേലൂയ ഇതൊക്കെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി ഓരോ ദിവസങ്ങളും വ്യത്യസ്തമായ തലത്തിലേക്ക് ദൈവം നീക്കുന്നു. ആമേൻ. ഫസ്റ്റ് ഡേ ലീഡിങ് അല്ല, ഡിഫറെന്റ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ ശബ്ദത്തിൽ അല്ലെങ്കിൽ ദൈവ വാക്ക് കേട്ട് അല്ല ഞാൻ ചെയ്ത. ഹല്ലേലൂയ. ഇറങ്ങാൻ നീ തയ്യാറാണോ? നിന്റെ ലെവൽ മാറാൻ പോവാ. ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് സ്വീകരിക്കാൻ ആരും അത് ഫുൾഫിൽ ആയ ഒരു വ്യക്തി ജീവിതങ്ങളല്ല സ്റ്റേജും. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ എനിക്ക് മലയാളത്തിന്റെ ഒരക്ഷരം പോലും ഇന്നും അറിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കർത്താവിന്റെ കൃപയാൽ പോകുന്ന എല്ലാ ബസ്സിലൊക്കെ ആണെങ്കിൽ പോലും വായിക്കാൻ ഇന്ന് വരെ അറിയത്തില്ല. പക്ഷെ ചെറിയ സ്ഥലങ്ങൾ മാത്രം. ഇന്ന് ഞാൻ പാർക്കുന്ന കേരളത്തിലാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു, ദൈവത്തിന്റെ കരത്തിൽ നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ദൈവ കരത്തിൽ നീ സമർപ്പിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ചിലരുടെ ലെവൽ മാറാൻ പോകുന്നു. ഹല്ലേലൂയ. വിധവയായി സ്ത്രീ എടുക്കുമ്പോൾ സാറാഭത്ത് ഹല്ലേലൂയ അടുത്തേക്ക് ഏലിയാവ് കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ എന്താണ് പറഞ്ഞേ? ചെന്നുപോയി നീ ഒരപ്പവും ആമേൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് വേറൊരു കാര്യമാണ്, സാറാഭത്ത് വിധവയ്ക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ട് അന്ന് അഭിഷക്തനെ. എത്ര പേർക്ക് നമുക്ക് കാഴ്ചപ്പാടുള്ളവർക്കായി സ്തോത്രം. ഇന്ന് വരെ നമുക്ക് കാഴ്ചപ്പാടില്ല. കർത്താവിന്റെ ദാസന്മാര് അല്ലെങ്കിൽ ശുശ്രൂഷയിലായിരിക്കുന്നവരെ നോക്കിയിട്ട് നമുക്ക് ധാരണ, കാരണം അവർ ഇടുന്ന വസ്ത്രങ്ങൾ ഏറ്റവും ബെസ്റ്റ് വസ്ത്രമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരും എന്നോട് കൂടെ ഇല്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സാറാഭത്ത് വിധവയ്ക്ക് എങ്ങനെ മനസ്സിലായി ഇവ ശുശ്രൂഷകനാണെന്ന്?
ഒരു കാലിൽ ദൈവഭക്തനാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? തൻ്റെ വസ്ത്രധാരണയില്, തൻ്റെ സൗമ്യതയില്, തന്നിൽ കാലിൽ ഇരിപ്പില്, തൻ്റെ സംസാരത്തില്, തൻ്റെ ഇടപെടലില്, തൻ്റെ ഓരോ ചലനങ്ങൾ മേല് ദൈവദാസനാണെന്ന് തനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിനക്കും എനിക്കും ഒരു വേണ്ടതൊരു കാര്യമാണ് കാഴ്ചപ്പാട്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആമേൻ ആമേൻ നമ്മളൊക്കെ ഒരു ഹാലിൽ ദൈവദാസന്മാർ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ആദ്യം പറയുന്നത്, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ, എന്തുകൊണ്ട് വിശേഷം, എന്തോ പറയാനാന്നാ പറയുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലൊരു ദൈവദാസന് ആമേൻ ഞാൻ പലപ്പോഴും സുമ്മിലൊക്കെ ചോദിക്കും, എന്തുകൊണ്ട് അതിന്റെ വിശേഷം? ഓ, എന്തോ പറയാനാ സിസ്റ്ററെ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ സന്തോഷം. എനിക്കൊന്ന് നിങ്ങൾ ആരും ഇങ്ങനെ പറയാത്തവരാ. റെഹബത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിക്കാർ ആരും ഇങ്ങനെ ഒന്നും പറയത്തില്ല. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട്. പക്ഷെ ഞങ്ങളുടെ മിനിസ്ട്രി പറയും. ഹല്ലേലൂയ. ആമേൻ, ന്യൂ ഹോപ്പിൽ പറയുന്നുണ്ട്. ആമേൻ, എന്തുകൊണ്ട് സിസ്റ്ററെ, എന്തുകൊണ്ട് ആന്റി, എന്തുകൊണ്ട് ആമേൻ അച്ചായ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേനും അവരുടെ കഷ്ടത നെഗറ്റീവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഒന്ന് പറയുന്നു, നിന്റെ ക്ഷാമകാല ദേശത്തിൽ നീ ക്ഷാമത്തോടുള്ള വാക്കുകളല്ല പ്രൊക്ലെയിം ചെയ്യേണ്ടത്. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, നിന്റെ ഹല്ലേലൂയ സാധ്യതകൾ അസ്തമിച്ച നിന്റെ വാഗ്ദത്തങ്ങളെ, ദൈവം പറഞ്ഞ നാളുകൾ കേട്ട് ആമേൻ ആമേൻ ദൂതുകളെ ഒന്ന് പ്രൊക്ലെയിം ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ദൈവദാസന്മാർ, ഹല്ലേലൂയ, ആമേൻ, ചുമ്മാ അതൊന്നും അല്ല നമ്മൾ ഈ സുമ്മിനകത്ത് കയറിയത്. ചുമ്മാ അതൊന്നും അല്ല ചില ദൈവദാസന്മാരുടെ ആമേൻ അസാധാരണമായ ഫോൺ കോളുകൾ വരുന്നത്. ചുമ്മാ അതൊന്നും അല്ല നിങ്ങളുടെ ഭവനത്തിൽ ഒരു ദൈവദാസൻ കടന്നു വരുന്നത്. ഇന്ന് രാത്രി ഞാൻ ഒന്ന് പറയട്ടെ, ഹല്ലേലൂയ, ദൈവിക മഹത്വം വെളിപ്പെടാൻ പോവാ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. 2019 ഹല്ലേലൂയ, സോറി 2022 ഹല്ലേലൂയ, ആമേൻ, യെസ് 23 കാലഘട്ടത്തെ പ്രാരംഭം. ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡിന്റെ ആമേൻ കൺവെൻഷൻ സെന്ററിന്റെ അടുത്താണ് താമസിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ കല്ലിൽ കുറേ ദൈവദാസന്മാർ, കല്ലിൽ ഞാൻ ആമേൻ നമ്പേഴ്സ് പറയുന്നില്ല, ആമേൻ ദൈവദാസന്മാർ ദൂരദേശത്തു നിന്ന് വന്നിട്ട് ഞങ്ങളെ ഹല്ലേലൂയ ദേശത്തു നിന്ന് വരുന്നതിന് മുന്നേ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ ഞങ്ങൾക്ക് താമസ സൗകര്യം വേണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, നമുക്ക് ഹല്ലേലൂയ, ആമേൻ, എനിക്ക് വീട്ടിൽ ആൾക്കാർ പ്രാർത്ഥിക്കാനൊക്കെ വരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ആമേൻ, ഒരു ഹല്ലേലൂയ 10 ഹല്ലേലൂയ ദേവദാസ കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ വന്ന് താമസിച്ചോളാൻ പറഞ്ഞു. ആമേൻ, അവർ വന്ന് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത ഒരു ഫാമിലി ആയിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് അവർ ഫ്രഷ് ആയിട്ട് കിടക്കാൻ മാത്രമാണ്, വിശ്രമിക്കാൻ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ, ആ വിശ്രമം ഹല്ലേലൂയ, അഭിഷക്തന്മാർ ദേവദാസന്മാരെ എനിക്ക് ഇന്ന് വരെ ഇപ്പോൾ അറിയാം, ആദ്യം ഒന്നും അറിയത്തില്ല, എനിക്ക് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. ആമേൻ, ഒരു പ്രാവശ്യം എൻ്റെ ഓഡിയോയിൽ ഞങ്ങൾ ഓഡിയോ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഓഡിയോ നിങ്ങൾക്കറിയാം, ഫോണുകൾ ഓഡിയോക്കകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അവരെയൊക്കെ ചില ഫോട്ടോകൾ വാട്സപ്പിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവരെന്താണ് ഒന്നും അറിയില്ല. പക്ഷെ ആ ദേവദാസന്മാരെ കുടുംബമായി പാർപ്പിക്കാൻ ദൈവം കൃപ. ഞാൻ ഒന്ന് പറയട്ടെ, ഇത് ലൈവ് മീറ്റിംഗ് അമ്മ, ഞാൻ ഒന്ന് പറയട്ടെ, പാർപ്പിച്ചോടെ എൻ്റെ ജീവിതത്തിൽ മേൽ അനുഗ്രഹത്തിന്റെ കാലഘട്ടമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം, ദൈവദാസന്മാർക്ക് ഒരു നേരത്തെ ആമേൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നേ. ആമേൻ, ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതം കാലയുടെ സീസൺ മാറുന്നതായിരുന്നു. എൻ്റെ ശുശ്രൂഷയുടെ തലം മാറുന്ന കാലഘട്ടമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഒരു ആത്മാവ് ദൂത് കൈമാറട്ടെ. നിന്റെ അടുത്ത് കടന്നു വരുമ്പോൾ ദൈവജനങ്ങൾ ആരെങ്കിലും കടന്നു വരും, ദൈവവചനം എനിക്ക് റെഫറൻസ് അറിയില്ല, പക്ഷെ ദൈവം പറയുന്നത് ഹല്ലേലൂയ, ഞാൻ വസ്ത്രമില്ലാതെ വന്നപ്പോൾ നീ എന്നെ ഉടുപ്പിച്ചില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഞാൻ വിശന്ന് വന്നപ്പോൾ നീ എനിക്കൊരു നേരത്തെ ആഹാരം തന്നില്ല. ഞാൻ കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ നീ എന്നെ കാണാൻ വന്നില്ല. ആമേൻ, എങ്കിൽ ഹല്ലേലൂയ, നാം നമ്മുടെ ദൈവത്തെ കാണാതിരിക്കുന്ന ദൈവത്തെ എങ്ങനെ നിങ്ങൾ സ്നേഹിക്കും? ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ സാറാപ്പത്തെ വിധവയുടെ അടുത്തും ഏലിയാവോട് കടന്നു ചെന്നപ്പോൾ ഏലിയാവിനോട് ഒരപ്പം, ഹല്ലേലൂയ, ഒരപ്പം എനിക്ക് വേണം. ഹല്ലേലൂയ. ഏലിയാവിനോട് സാറാപ്പത്തിലെ വിധവ പറയുവാണ്, ഞാൻ ഇത് കഴിച്ച് ഞാനും എൻ്റെ മകനും കഴിച്ചിട്ട് മരിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. കഴിച്ചാലും മരിക്കും, കഴിച്ചില്ലെങ്കിലും സ്തോത്രം പറഞ്ഞു ഒന്ന്. ഹല്ലേലൂയ. കഴിച്ചാലും മരിക്കും, ഹല്ലേലൂയ, കഴിച്ചില്ലെങ്കിലും മരിക്കാൻ. അപ്പൊ ഏലിയാവ് പറഞ്ഞു, എനിക്ക് മരിക്കാനുള്ളതല്ല, എനിക്ക് ജീവിക്കാനാ, നീ കഴിക്കാതെ തന്നെ മരിക്കുന്ന ഏറ്റവും നല്ലത്, അത് എനിക്ക് കൊണ്ടുതരാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിന്റെ കൈവശത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ
ഇന്ന് വരെ തീരുമാനമെടുത്തവരുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് പുതുക്കി ദൈവത്തിന് വേണ്ടി ആമേൻ നിങ്ങളുടെ ഹല്ലേലൂയ ആമേൻ ആലയത്തിലേക്ക് നിങ്ങളുടെ കർത്തൃ വേലയ്ക്ക് വേണ്ടി ഇടാൻ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് രാത്രി അവിടെ ഒത്തിരി വചനം പറയുന്ന ഒത്തിരി വിധവകൾ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം സെലക്റ്റഡ് ആയ ഒരു വിധവയുടെ ഭവനത്തിൽ അവിടെ എനിക്കെന്നു പ്രവർത്തിക്കാനുണ്ട്. നീ എൻ്റെ ഭക്തനെ ഒന്ന് മാനിക്കാൻ തയ്യാറാണോ? നിനക്ക് ബ്ലോക്കായി കിടക്കുന്ന ഇതുവരെ ഹല്ലേലൂയ ആമേൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ചില വാദിക്കുന്ന ഇന്ന് രാത്രി പരിശുദ്ധ ഹല്ലേലൂയ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൈവം എനിക്ക് ഇതിനകത്ത് ചിലരെ സെലക്റ്റഡ് ആക്കാനാകുന്നു. ആമേൻ പ്ലാൻ ഉണ്ട്. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിൽ മേൽ ദൈവം ചലിപ്പിക്കുന്ന രാത്രിയാണെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ദൂത് കൈമാറുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേർ സന്തോഷം. എനിക്കറിയാം ഈ ദൂത് വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. പക്ഷെ ഇന്ന് രാത്രി എനിക്കൊന്നറിയാം, ഈ 46 പേര് പരിശുദ്ധമായി ഞാൻ ദൂത് കൈമാറട്ടെ. 46 ഡിവൈസിനകത്തും ഒരു ഹല്ലേലൂയ ഒരു എൻകൗണ്ടറുകൾ വെളിപ്പെടാൻ പോകുന്നു, ഒരു ബ്ലോക്കുകൾ മാറ്റാൻ പോകുന്നു. ഇന്ന് രാത്രി നിന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നീ ഹല്ലേലൂയ സാറാപത വിധവയുടെ കൂടെ നിനക്ക് നിന്റെ കൈവശമുള്ളത് കർത്തൃനാമേ ദൈവം നിന്നോട് ചോദിക്കുമ്പോൾ ദൈവം നിന്നോട് ചോദിക്കുമ്പോൾ നീ കൊടുക്കാൻ തയ്യാറാണോ? നിന്റെ പ്രാർത്ഥനയായിരിക്കും ചോദിക്കുന്നത്, നിന്റെ ആരാധനയായിരിക്കും ചോദിക്കുന്നത്, നിന്റെ സ്തുതിയായിരിക്കും ചോദിക്കുന്നത്. ഇന്ന് രാത്രി നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ് ദൈവം. ഹല്ലേലൂയ. ഉയർന്നവരുടെ കയ്യിൽ ഉള്ള സാധനം നിന്നോട് ചോദിക്കത്തില്ല. വിധവയോട് ചോദിച്ചത് അപ്പം മാത്രമാണ്. ഒരപ്പമാണ് ഏലിയാവ് പറഞ്ഞത്. ഇന്ന് രാത്രി നിന്നോടും എന്നോടും ചോദിക്കുന്ന ആമേൻ ഹല്ലേലൂയ നമ്മുടെ കൈവശമുള്ള സാധനമേ ചോദിക്കത്തുള്ളൂ. നിന്നെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവും ചോദിക്കത്തില്ല. ഇന്ന് രാത്രി ഒന്ന് പറ, അപ്പ നീ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ കൊടുക്കാതെ ഹല്ലേലൂയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഹല്ലേലൂയ റീകളക്ട് ചെയ്യാൻ തയ്യാറാണോ? ഇന്ന് രാത്രി നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ തയ്യാറാണോ? പലവട്ടം ഒരു ദിവസം എത്ര ദൈവദാസന്മാർ നിന്റെ ഭവനത്തിൽ വരുന്നുണ്ട്? ഹല്ലേലൂയ. അതാണ് ദൈവം പറയുന്നത്. നീ അതിനെ ആമേൻ സാറാപത വിധവയ്ക്ക് നല്ല തിരിച്ചറിവുണ്ടായിരുന്നു, നല്ലൊരു വെളിപ്പാടുള്ള വ്യക്തിയായിരുന്നു. ഇന്ന് രാത്രി ആദ്യം നമുക്ക് പ്രാപിക്കേണ്ടത് നല്ലൊരു വെളിപ്പാട്, നല്ലൊരു കാഴ്ചപ്പാട്. ഇന്ന് രാത്രി ചിലതിന്റെ കാഴ്ചപ്പാടിനെ ദൈവം മാറ്റാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ നമ്മുടെ ശുശ്രൂഷ നാം കടന്നു പോകുന്ന ഒരു മീറ്റിംഗ് ആകട്ടെ, നിങ്ങളുടെ വീട്ടിൽ ആ ഒരു വ്യക്തിയാകട്ടെ, ആമേൻ ഹല്ലേലൂയ ആര് തന്നെ ആകട്ടെ, ഇന്ന് രാത്രി ഒന്ന് ഉറക്കണം. ഇന്നു മുതൽ കർത്താവേ എൻ്റെ കരം നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ എൻ്റെ കരം ഹല്ലേലൂയ തൻ്റെ ഭക്തന്മാരെ നീ അയക്കുന്നെങ്കിൽ, തൻ്റെ ഭക്തന്മാരെ നീ അയക്കുന്നെങ്കിൽ എൻ്റെ കരം ശൂന്യമായി അവർ പോകല്ലേ. ആമേൻ ഹല്ലേലൂയ നിനക്കും എനിക്കും എൻ്റെ കർത്താവ് ആമേൻ സമർത്ഥി തരണമെങ്കിൽ നിന്റെ കരമൊന്ന് തുറക്കാൻ തയ്യാറാകണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ഹല്ലേലൂയ നിങ്ങൾ ആരും ഒരിക്കലും ഓർക്കല്ലേ ആമേൻ വിടുതലിന് കാരണമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വിടുതലിന് വേണ്ടിയുള്ള കാരണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം എന്താണെന്നറിയോ? ദൈവനാമത്തിൽ ഹല്ലേലൂയ ഒരിക്കലും ഒരു ശൂന്യത വരികയില്ല. ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഹല്ലേലൂയ ആമേൻ കർത്തൃവേലയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ഒരിക്കലും ആശുപത്രി കേസ് നിങ്ങൾക്ക് ഹല്ലേലൂയ വെറുതെ ആയിട്ട് പോകാം. ഹല്ലേലൂയ ആശുപത്രി കൊടുക്കേണ്ട ആവശ്യം വരികയില്ല. നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി വലിയൊരു ബാങ്ക് ബാലൻസ് ചെയ്യുവാണ്. ഹല്ലേലൂയ ഞാൻ പ്രാരംഭത്തിൽ ഞാൻ ഒന്നോട് പറയുക, ഹല്ലേലൂയ ഞങ്ങൾ ബോംബെ പട്ടണത്തിൽ ജീവിച്ചു വളർന്നവരാ. ആ സമയത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ വീട്ടിലാണ് അഭിഷക്തന്മാർക്ക് എൻ്റെ മാതാവ് ഹല്ലേലൂയ അനേകർക്ക് വിളമ്പിയും ആഹാരത്തിന് ഭക്ഷണമെല്ലാം ഞങ്ങളുടെ വീട്ടിലാണ്. പല ദൈവദാസന്മാർ ഇവിടെ നിന്നൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പാർക്ക്. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ ഹല്ലേലൂയ അന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു, എൻ്റെ ദൈവം എന്നെ മാനിക്കുന്ന വിധങ്ങൾ, എന്നെ കൊണ്ടു നിർത്തുന്ന വിധങ്ങൾ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ഒന്ന് പറയുന്നത്, എൻ്റെ മാതാവ് ഹല്ലേലൂയ ആമേൻ ചെയ്ത ഗുണങ്ങൾ അത് 100 മടങ്ങായി എൻ്റെ കരത്തിൽ ലഭിക്കുന്നു. ഹല്ലേലൂയ ഇന്ന് രാത്രി എത്ര പേർ അതിന് ദൂതിനെ ഏറ്റെടുക്കുന്നു? ഇന്ന് രാത്രി നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ കരുതുവാൻ തയ്യാറാണോ? ഇന്ന് രാത്രി നീ ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വസ്തത ആചരിക്കണം. ഹല്ലേലൂയ ഞാൻ വിശ്വസ്തയോട് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥനയും ഹല്ലേലൂയ നിന്റെ കരത്തെ ഒന്ന് ബലപ്പെടുത്തണം. ഹല്ലേലൂയ ദൈവരാജ്യത്തിന്
പറയണം, ഇന്ന് രാത്രി എവിടെയെങ്കിലും ബ്ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ നീ നിന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ആത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നു. ഈ 7 ദിവസക്കാലം ഹല്ലേലൂയ ആരും നിങ്ങളോട് ആരും ചോദിക്കത്തില്ല, നിങ്ങൾക്കൊരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അവൻ പലപ്പോഴും പലരും പറയും ഉപവാസമാണ്, ഹല്ലേലൂയ ഒരു നേരത്തെ ആഹാരം, ഹല്ലേലൂയ ശേഷിപ്പ് വെച്ചിട്ടല്ല മറ്റുള്ളവർക്ക്. ഹല്ലേലൂയ ഞാൻ പലപ്പോഴും ചിന്തിക്കും, പലപ്പോഴും പലരോടും പറയുന്ന ഒരു കാര്യമാണ്, 7 ദിവസം ഞങ്ങളൊക്കെ ആമേൻ ആമേൻ ഞങ്ങളുടെ ഗ്രൂപ്പ് എപ്പോഴും ഉപവാസക്കാരാ. ആമേൻ ഉപവസിക്കുന്നെങ്കിൽ ഒരു നേരത്തെ ആഹാരം നീ കഴിക്കുന്നില്ലെങ്കിൽ അതിന്റെ അംശം നീ മറ്റൊരാൾക്ക് കൊടുത്തേക്കണം. ഹല്ലേലൂയ അത് നിന്റെ ആമേൻ നിന്റെ ആമേൻ കിച്ചണിനകത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ കഴിച്ചില്ലല്ലോ അടുത്ത മാസം 7 ദിവസം കൂട്ടി കിട്ടുമെന്ന് ഓർത്ത് നീ വെച്ചേക്കല്ലേ. ഹല്ലേലൂയ നിനക്ക് കൊടുക്കാമേ ഒരു നേരത്തെ ആഹാരം ദൈവനാമത്തിൽ നീ കഴിക്കുന്നില്ലെങ്കിൽ ആ ആഹാരത്തിന്റെ അംശം മറ്റൊരാൾക്ക് നീ കൊടുക്കണം. ഇന്ന് രാത്രി നീ ക്ഷാമത്തിൽ പോകത്തില്ല. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയുന്നു, നീ ക്ഷാമത്തിൽ പോകത്തില്ല. അതാണ് ഹല്ലേലൂയ ഏലിയാവ് ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, നീ എനിക്ക് അത് ഉണ്ടാക്കി എനിക്ക് കൊണ്ടുത്ത. ആമേൻ അവൾ അനുസരണമുള്ളവളായിരുന്നു. ആ വിധവ അനുസരണം ഒന്ന് നോക്കുമ്പോൾ, വിധവയെ കുറിച്ച് ചരിത്രം പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ വിധവ ഒരു കാലം മറ്റു ജനത്തിന്റെ മധ്യയിൽ ഒരു നിന്ദിക്കപ്പെട്ടവളാണ്. സമൂഹത്തിന്റെ മുന്നിൽ അവളെ മാനിക്കാൻ ഒരു വഴിയില്ല, അവക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യത്തില്ല. ആമേൻ എങ്കിലും ഹല്ലേലൂയ ഇന്ന് ആമേൻ അവക്കൊരു ആൺതലമുറയുണ്ട്. ആമേൻ പക്ഷേ പരിശുദ്ധാത്മാവ് ആമേൻ ഹല്ലേലൂയ പക്ഷെ അവൾ ഒരു വെറുക്കപ്പെട്ടവളാണ്. ഹല്ലേലൂയ അവക്കൊരു സാധ്യതകളില്ല. പക്ഷേ ഹല്ലേലൂയ അവളെ കണ്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ നീ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പലരും ഇതിനകത്ത് നിൽക്കുന്ന നിങ്ങൾ വെറുക്കപ്പെട്ടവരായിരിക്കും. മറ്റൊരാരും സഹായം നിങ്ങൾക്ക് കരുതില്ലായിരിക്കും. ആമേൻ നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലത്തിൽ പോലും നിങ്ങളെ ഒതുക്കി നിർത്തിയിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു ഹല്ലേലൂയ ഇന്ന് രാത്രി പരിശുദ്ധ ദൂത് കൈമാറുന്നു. ആമേൻ നിന്നെ വെറുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് നിന്നെ കരുതുന്ന നിന്നെ സെലക്ട് ചെയ്യുവാൻ ഇന്ന് രാത്രി പരിശുദ്ധമാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഒന്ന് പറ, കടഭാരങ്ങളുള്ളവർ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ കടഭാരത്തിൽ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തോട് പറ, ഇല്ല എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ ആമേൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന ഒരു കുടുംബം ഹല്ലേലൂയ അവർക്ക് വാഹനം വാടകയ്ക്കാണ് ഓടിക്കുന്നത്, ഓട്ടോ. ആമേൻ ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നതിന് കഴിഞ്ഞ ദിവസം ദൈവാത്മാ പറഞ്ഞു അവർ ദൈവനാമത്തിൽ കൊടുക്കുന്ന വ്യക്തി ചോദ്യങ്ങളാണ് ഇഷ്ടമേൻ. ആമേൻ എങ്ങനെ കൊടുക്കണോ അപ്രകാരം കൊടുക്കണം. പക്ഷേ ഹല്ലേലൂയ അവർക്ക് കടമായാലും അവർ അവർക്ക് ദൈവസന്നിധിയിൽ ദൈവനാമത്തിൽ കൊടുക്കും. പക്ഷെ കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് അറിയിച്ചു, നിന്റെ അക്കൗണ്ടിൽ മേൽ നിനക്ക് വാഹനം മേടിക്കാൻ ദൈവം സമ്പത്ത് ഒരുക്കി വരുന്നു. ഹല്ലേലൂയ ആമേൻ അവര് അങ്ങനെ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഹല്ലേലൂയ എന്നെ ആന്റി എന്നാ വിളിക്കുന്നത്, ആന്റി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ വന്നത്, പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഞങ്ങൾ പോലും അത് പെട്ടെന്നൊരു രാത്രിയിൽ പെട്ടെന്നൊരു മെസ്സേജ് ഞങ്ങളുടെ അക്കൗണ്ട് ഹാളിലെ ഫോണിനകത്ത് 70,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നെന്ന് താൻ ഇന്ന് വന്നാണ് ഇവിടെ പറഞ്ഞത്. ആമേൻ ആരയച്ചെന്നറിയില്ല, ആര് എന്തെടുത്തല്ല. പക്ഷേ ഹല്ലേലൂയ അന്നൊരു ദൂത് പറഞ്ഞു, നിന്നെ ദൈവം മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ ഒരു വാഹനം സ്വന്തമായി മേടിക്കാൻ. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു വലിയൊരു എമൗണ്ട് അല്ലായിരിക്കും, പക്ഷേ ഇന്ന് രാത്രി ഹല്ലേലൂയ ക്ഷാമത്തിൽ നിൽക്കുന്ന ഒരു വിധവയുടെ ഭവനത്തിൽ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നെങ്കിൽ അത് അസാധാരണമാണ്. ഹല്ലേലൂയ ഇന്ന് രാത്രി എത്ര പേര് സ്വീകരിക്കാൻ തയ്യാറാണ്? ഇന്ന് രാത്രി നീ കൊടുക്കുക. ആമേൻ നീ ദൈവപ്രവൃത്തി. ആമേൻ ഞാൻ പലപ്പോഴും പറയുന്ന ദൈവത്തിന് ക്ലെയിം ചെയ്യുവാൻ നിന്റെ കരത്തിൽ എന്തുണ്ട്? ഹല്ലേലൂയ ഹിസ്കിയാവിനെ നോക്കി പറയുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നീ മരിച്ചു പോകും, നിന്റെ കാര്യഗ്രഹങ്ങൾ ക്രമത്തിലാക്കാം. പക്ഷേ ഹിസ്കിയാവ് തന്നെ ആമേൻ ഹല്ലേലൂയ ആമേൻ മുന്നിലേക്ക് തന്റെ ആയുസിനെ കൂട്ടാൻ പറഞ്ഞില്ല. തന്റെ രോഗ സൗഖ്യമാകാൻ തന്റെ നല്ല പ്രവൃത്തികളെ നിറച്ചു വെക്കാൻ തയ്യാർ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിന്റെ ശോധന ഘട്ടത്തിൽ നിനക്ക് നല്ല പ്രവൃത്തി എന്തെങ്കിലും നിരത്തി വെക്കാനുണ്ടോ? നിനക്ക് ക്ലെയിം ചെയ്യാനുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ക്ലെയിം ചെയ്യാത്ത നിന്റെ വിഷയമാണ്. ഇന്ന് രാത്രി തീരുമാനമെടുക്ക്, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ തീരുമാനമെടുത്തതാണ്, ഞാൻ ദൈവരാജ്യത്തിന് കൂടെ. അത് നിനക്ക് ഒരിക്കലും ശൂന്യതയിലല്ല. ഇന്ന് രാത്രി നിങ്ങൾ ദൂത് കേൾക്കുന്നുണ്ട്, പലപ്പോഴും ഹല്ലേലൂയ പ്രവചനം പ്രാർത്ഥിക്കുന്നുണ്ട്, കൈകൊട്ടുന്നുണ്ട്. ഈ എല്ലാം ഉണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ നിന്റെ ഭവനത്തിന്മേൽ ഇതുവരെ വെളിപ്പെടാത്ത ചില മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പറഞ്ഞേ, കർത്താവേ എവിടെയെങ്കിലും എൻ്റെ പോരായ്മകൾ ഉണ്ടോ? എവിടെയെങ്കിലും കൊടുക്കാൻ ഞാൻ ബാക്കിയുണ്ടോ? എവിടെയെങ്കിലും ഞാൻ കണ്ടിട്ട് കാണാത്ത രീതി നിൽക്കുന്നുണ്ടോ എങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധി പറ. ഏറ്റവും വലിയ ഒന്ന് തീരുമാനത്തോട് നിന്റെ കരം ഒന്ന് തുറക്കട്ടെ.
Rabala kadara gadana judamana adhara gadana higabala balaba shantana rikamana. ആമേൻ. ഞാൻ ഹല്ലേലൂയ, ഞാൻ വീണ്ടും പറയട്ടെ ഹല്ലേലൂയ. ആമേൻ. വിദേശ രാജ്യത്ത് കടന്നു പോയപ്പോൾ ആമേൻ ഒരു ഭവനം കടത്തിൽ മുങ്ങിക്കിടന്ന ഭവനമാണ്. പക്ഷേ ഹല്ലേലൂയ ആ വീട്ടിലാണ് ഞാൻ പാർത്തത്. ഹല്ലേലൂയ കടത്തിൽ മുങ്ങിക്കിടന്ന ഭവനത്തിൽ ഞാൻ പാർത്തത്. ആമേൻ ആമേൻ. അവർ ഹല്ലേലൂയ അവരുടെ പോരായ്മകളൊന്നും കാണിക്കാതെ അവർ ദൈവനാമത്തിൽ ചെയ്യാൻ ഹല്ലേലൂയ ഇന്ന് അവർ പറയുന്നത് ₹1 കടമില്ലാതെ ഹല്ലേലൂയ ₹1 കടമില്ല. ആമേൻ ഹല്ലേലൂയ. ദൈവം പോറ്റി പുലർത്തുന്ന ഹല്ലേലൂയ. ഞങ്ങളുടെ ലൈനിൽ ഒത്തിരി പേര് പറയുന്ന പക്ഷെ കൊടുക്കാൻ ശീലമുണ്ടാകണം. ഇന്ന് രാത്രി നിനക്കും നിന്റെ തലമുറയ്ക്ക് നിന്റെ ഭാവി കാലത്തിന് വേണ്ടി നീ കരുതുവാൻ തയ്യാറാകണം. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. നീ കരുതാൻ തയ്യാറാണെങ്കിൽ ആമേൻ ക്ഷാമകാലത്തിൽ ക്ഷേമമായി പോറ്റുന്ന ഒരു ദൈവം ഇന്ന് രാത്രി വിടുത ആമേൻ ജയത്തോടാണെന്ന് ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? ഹല്ലേലൂയ. ഈ ഉപവാസം തീരുന്നതിന് മുന്നമേ ചില ഭവനങ്ങൾ മേൽ ആമേൻ ബ്ലോക്കായി കിടക്കുന്ന ചില വിഷയത്തിന്മേൽ മറുപടി തരുന്നതാണ്. ഹല്ലേലൂയ. രോഗങ്ങൾ സൗഖ്യമാകുന്നതാണ്. ആമേൻ. കർത്താവ് വിടുവിക്കുന്ന ദൈവമാണ്. നിന്റെ ഹല്ലേലൂയ പ്രിയ ലിറ്റിൽ സുരേഷ് ആന്റി ഹല്ലേലൂയ ഞങ്ങളൊക്കെ ആമേൻ കൂടെ ഒക്കെ നിൽക്കുന്ന ആമേൻ ഞാൻ ആന്റിയോട് പറയും, നിങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക, ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. ആമേൻ. യു ഹാവ് ടു പ്രേ യുവർ ക്ലെയിമിംഗ് ആമേൻ അക്കോർഡിംഗ് ടു ദ ക്ലെയിം. ഹല്ലേലൂയ. എന്താണ് കർത്താവ് നിന്റെ നാമത്തിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തെങ്കിൽ കർത്താവ് അത് നീതിയായി കണക്കിട. ഇന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ പറയട്ടെ മെഡിക്കൽ സയൻസിനെ തിരുത്തിയ ദൈവമാണ്. തന്റെ ജീവിതത്തിൽ തന്റെ മകളുടെ ജീവിതത്തിൽ മേൽ ക്യാൻസർ എന്ന രോഗം വെളിപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ ക്ലെയിം ചെയ്യാൻ തയ്യാറായപ്പോൾ ദൈവാത്മാവ് ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ചരിത്രത്തെ മാറ്റി. ഇന്ന് പകൽക്കാലം ഞാൻ വീണ്ടും ഒരു സാക്ഷിയോട് പറയട്ടെ, എന്റെ ഭവനത്തിൽ വന്ന സിൻസി എന്ന് പറഞ്ഞ പ്രിയ പൈതൽ 2 പ്രാവശ്യം ബയോപ്സി റിപ്പോർട്ടിൽ ആമേൻ ആമേൻ ഖാലിൽ പോസിറ്റീവായി. ഹല്ലേലൂയ. തന്റെ പൈതൽ ഖാലിൽ തനികയാണ് വിശ്വാസത്തിൽ, തന്റെ ആരും സഹായമില്ല. ആമേൻ ഹല്ലേലൂയ. എന്നോട് പറയാം ആന്റി ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ബയോപ്സി റിപ്പോർട്ട്, എന്റെ വയസ്സ് 26 വയസ്സുകൾ. ഞാൻ പറയും നീ പ്രാർത്ഥിക്കുക, നീ ഒന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. ആമേൻ രോഹമേ ഈ വിധി വന്നെങ്കിൽ ഇതിനെ തിരുത്തുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊരു ആമേൻ ചുമ്മാതാനിക്കും. പക്ഷെ ഞാൻ ഇന്ന് പറയട്ടെ ഹല്ലേലൂയ ആമേൻ ദൈവരാജ്യത്തിന് നീ വിതയ്ക്കാൻ തയ്യാറാണോ? ആർപ്പോട് കൊയ്യുന്നൊരു കാലഘട്ടമുണ്ട്, ആർപ്പോട് കൊയ്യുന്നൊരു കാലഘട്ടമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ ആമേൻ യോഹാമൻ അബ്രഹാമിനെ നോക്ക്. അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുവാൻ നമുക്കൊരു അധികാരം വേണമെങ്കിൽ, നമുക്കൊരു ഉറപ്പ് വേണമെങ്കിൽ ഹല്ലേലൂയ അബ്രഹാമിന്റെ ചരിത്രം, അബ്രഹാമിന് എല്ലാത്തിനും ദശാംശം കൊടുത്തു. ആമേൻ ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? എല്ലാ ടൈംസും ഡിഫറെന്റ് ആണെങ്കിൽ എല്ലാവർക്കും എത്ര 24 hours. ഈ 24 hours എത്ര മണിക്കൂറാണ് നിങ്ങൾ ദശാംശം കൊടുക്കുന്നത്? 2.5 മണിക്കൂർ. സത്യമായിട്ട് 2.5 മണിക്കൂർ നാം ദൈവസന്നിധി ഇരിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നുണ്ടോ? ആമേൻ. ഒരു മീറ്റിങ്ങിന് കൂടിയോണ്ടല്ല, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവമായിട്ടുള്ള ബന്ധം, ഒരു ഫെലോഷിപ്പ് നിന്റെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. ദൈവരാമേ എത്ര പേര് രാത്രിയാമങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്? ആമേൻ. നിങ്ങൾ ആരും കൈപൊക്കണ്ട, ഞാൻ ആരുടെയും കൈപൊക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ ഹല്ലേലൂയ. 1-ാം യാഗം 2-ാമേ ഇതൊക്കെ നമ്മളൊരു സന്ധ്യപ്രാർത്ഥനയും കൊണ്ടല്ല. ആമേൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുന്നു. ആരാധിക്കാൻ നിന്നെ തന്നെ ഒന്ന് ആമേൻ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന എത്ര മണിക്കൂറുണ്ട്? ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, നിന്റെ ആരാധന. ആമേൻ ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി, നിന്റെ കരത്തിൽ നിന്റെ കൈ ഒന്ന് ഉയർത്താൻ നിനക്ക് പറ്റുന്നെങ്കിൽ നീ കരങ്ങളെ അടിച്ചോണം, ദൈവത്തെ ഒന്ന് സ്തുതിച്ചോണം. ആമേൻ. ഇനി ഒരു കാലഘട്ടം വരെ കൈ പൊക്കാൻ വയ്യ, നീരും കൊണ്ട് വയ്യ, ആമേൻ കാലിൽ നടക്കാൻ വയ്യ, ആമേൻ മറ്റുള്ള ഹല്ലേലൂയ ഒരു മെഡിക്കൽ അപ്പാരറ്റസിന്റെ സപ്പോർട്ട് ജീവിക്കുന്ന കാലഘട്ടം വരുന്നതിന് മുന്നമേ നീ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ഇന്ന് രാത്രി നീ കൊടുക്കാൻ തയ്യാറാണോ? ചില രോഗബന്ധനങ്ങളെ ഇന്ന് രാത്രി ചില ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഹല്ലേലൂയ 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഞാൻ പറയട്ടെ ഹല്ലേലൂയ ചില രോഗം ആമേൻ ദൈവം പറയുന്നത് ചിലരൊക്കെ ഞാൻ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്നതാ. ഹോസ്പിറ്റൽ ആമേൻ ICU കിടക്കുന്നവരൊക്കെ ഹല്ലേലൂയ ആമേൻ കണ്ണു തുറന്നൊക്കെ പറയും ഹല്ലേലൂയ ഒരു ദിവസം കൂടി ആയുസ്സ് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ച പല തീരുമാനങ്ങൾ നമ്മൾ എടുത്തവരാണ്. ഇന്ന് രാത്രി തീരുമാനം എടുത്തോർ പുതുക്കുക തന്നെയല്ല, ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് രാത്രി നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ആമേൻ. നിങ്ങൾ ഓർക്ക് ഈ സിസ്റ്റർ ചെയ്യുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ
ആമേൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ഗ്രൂപ്പിനോ ഹല്ലേലൂയ കണക്റ്റഡ് ആയിരിക്കും അവരെ എല്ലാം ആരെയും ഉറങ്ങാതെ ഹല്ലേലൂയ ഉറക്കം മാറ്റി വെച്ച ദൈവസന്നിധിയിൽ ഇരുന്ന് ആരാധിച്ച ദിവസം ഇന്നുമുണ്ട്. ഇന്നും തുടർച്ചയായി നടത്തുന്നതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നീ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സ്ഥിതി മാറാൻ പോകുന്നു. ഇന്ന് രാത്രി നിന്റെ അവസ്ഥകൾക്ക് മാറ്റുന്നത്. ഇന്ന് രാത്രി എത്ര പേർ ആരോഗ്യം ആമേൻ ശരീരത്തിൽ ബലഹീനമുള്ളവർ നിങ്ങൾ ശാന്തമായത്, പക്ഷേ അല്പമെങ്കിലും ശക്തി നിന്നിൽ ഉണ്ടെങ്കോ, അല്പമെങ്കിലും നിന്റെ ജീവിതത്തിൽ ശക്തിയുണ്ടോ, അല്പമെങ്കിലും നിന്റെ ശരീരത്തിൽ ഹല്ലേലൂയ ബലമുണ്ടോ എങ്കിൽ ദൈവത്തിനൊന്ന് സ്തുതി കൊടുത്തോണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മെ കേട്ട ദൂതിനകത്ത് മാത്രം ആമേ സ്തോത്രം പറയല. ആ ദൂത് നിന്റെ ശരീരത്തിൽ ചലിക്കണമെങ്കിൽ, നിനക്കൊരു പുറപ്പാട് തരണമെങ്കിൽ നീ ചലിക്കാൻ തയ്യാറായിക്കോണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർ അഭിഷേകം പ്രാപിച്ചവരുണ്ട്? നിന്റെ ഈ അഭിഷേകം ദൈവത്തോട് അടുക്കുവാനാണ്. അന്യഭാഷയിൽ നീ ആരാധിക്കുന്ന എത്ര മിനിറ്റ് ഉണ്ട്? ഇന്ന് രാത്രി ദൈവസ്ഥലിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഈ കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാണോ? എന്റെ ദൈവത്തിന് നിന്നെ കൊണ്ട് ദൈവത്തിന്റെ നിയോഗമുണ്ട്. ഇന്ന് രാത്രി ചില മേഘമണ്ഡലത്തിന്മേൽ, ഇന്ന് രാത്രി ചിലന്മേൽ അഭിഷേകത്തിന് ആമേ ശക്തി പുറപ്പെടാൻ ആഗ്രഹിക്കുന്നു. ചിലതിന് ദൈവം അഭിഷേകം ഏറ്റെടുക്കുമെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധം പറഞ്ഞു, ഞാൻ നിന്നെ അഭിഷേകത്തോട് നിറയ്ക്കാൻ പോകുന്നു. ചില പുതു ശക്തിയോടെ നിറയ്ക്കാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർ റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പുതുശക്തി? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സാറാപത്തിലെ വിധവയ്ക്ക് റിസീവിംഗ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടൊന്നും അല്ല. ഓ പാസ്റ്റർ പറഞ്ഞിട്ട് പോകട്ടെന്നല്ല, പാസ്റ്റർ കൊടുത്തിട്ട് മിണ്ടാതിരിക്കാനല്ല, പക്ഷെ തനിക്ക് റിസീവ് ചെയ്യുന്നതുണ്ടായിരുന്നു. തനിക്ക് റിസീവ് ചെയ്യാൻ ഒരു ഹല്ലേലൂയ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ ദൂത് കേൾക്കുന്നവർ മാത്രമല്ല ആരാധിക്കാൻ തയ്യാറായിക്കോ? ചൂടമാന ഹതരഗതന റിഗബലബലബ ശാന്തന നിരാത്മേ. ഞാൻ ഇന്ന് വന്നിട്ട് പോകും, നാളെ വരുന്ന ദൈവദാസൻ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലിൽ അഭിഷക്തന്മാര് ഇന്ന് രാത്രി കാലിൽ അവർക്ക് ആർക്കും ഒന്നുമല്ല, പക്ഷെ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന് ദൈവം മാറ്റം തരാൻ പോകുന്നു. യു ആർ ഗോയിങ് ടു സെലക്റ്റഡ്. ഹല്ലേലൂയ. മറ്റൊരാളെ സെലക്ട് ചെയ്യാനല്ല, നിന്റെ സ്ഥിതികൾക്ക് സെലക്ട് ചെയ്യാൻ പോകുന്നു, നിന്റെ അവസ്ഥകൾക്ക് സെലക്ട് ചെയ്യാൻ പോകുന്നു. നിന്റെ തലമുറയ്ക്ക് ഇതുവരെ ജോലി ലഭിച്ചു കാണുമല്ല, നിന്റെ തലമുറയുടെ ഭാവി ഇതുവരെ നടന്നു കാണത്തില്ല. ഇന്ന് രാത്രി നിന്റെ കുറവിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഹല്ലേലൂയ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളത് ആമേൻ നല്ല ഹല്ലേലൂയ നല്ല ആലോചനകൾ നിന്നെ അവിടെ ആക്കുമേന. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിന്നെ ദൈവം ആമേൻ ഹാമൻ ചില ഖാമേ ഒന്നോടൊന്ന് ആമേൻ ഹല്ലേലൂയ ചെത്തി വെടിപ്പാക്കാൻ കാരണം എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് നിന്നെ കുറിച്ച് ഹല്ലേലൂയ പണിയുവാനുണ്ട്. ഹല്ലേലൂയ. ആ ഞാൻ ആ പ്രാരംഭത്തിൽ നമ്മൾ വായിച്ചതുപോലെ സാറപ്പത്തിൽ ഒത്തിരി വിധവന്മാരുണ്ട്, പക്ഷെ ദൈവം പറഞ്ഞത് ഇല്ല, അവര് മുഖാന്തരമല്ല എനിക്ക് അവിടെ വിടുതൽ വെളിപ്പെടേണ്ടത്, എനിക്ക് നിന്നെ കൊണ്ടൊന്ന് പ്രവർത്തിക്കാൻ. ഇന്ന് രാത്രി എത്ര പേര് യെസ് ഹല്ലേലൂയ ഞാൻ അത് റിസീവ് ചെയ്യുന്നു, എന്നെ കൊണ്ട് ദൈവത്തിന് എന്റെ ദേശത്തിന് വലിയ ദൈവപ്രവൃത്തിയുണ്ട്. യെസ്. ഇന്ന് രാത്രി എത്ര റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? യെസ്. ജാൻവി എത്ര പേര്? ആമേ ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ റിസീവ് ചെയ്യാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ജസ്സി റിസീവ് ചെയ്യാൻ തയ്യാറാണോ? ഷിജി റിസീവ് ചെയ്യാൻ തയ്യാറാണോ? നാളുകൾ കേട്ട ദൂത് ചലിക്കാത്ത കാരണം എന്താണ്? നീ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. യെസ്. ജോയ്സി ജോർജ് ഒന്ന് ശോധന ചെയ്തേ. യെസ്. ജയ്മോൾ ഒന്ന് ശോധന ചെയ്തേ. യെസ്. കുര്യൻ വി ഹാലൂവി ഒന്ന് ശോധന ചെയ്തേ. ആമേൻ. യെസ്. ഇന്ന് രാത്രി ശോധന ചെയ്യുന്ന ആമേൻ. ഇന്ന് രാത്രി ശോധന ചെയ്യുന്ന രാത്രിയാണ്. യെസ്. സുമാപിച്ചു ഒന്ന് ശോധന ചെയ്ത് ഇന്ന് രാത്രി ഹാൽവയ ചിലരുടെ സീസൺ മാറുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ചിലതുമേ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ ക്ഷാമത്തില് നിന്നെ ക്ഷേമമായി പോറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഒരു സീസണിലേക്ക് ദൈവം മാറ്റാൻ പോകുന്നു. യെസ്. ലിജു ജോയ് ഏറ്റെടുത്തോ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ സീസൺ മാറുന്ന രാത്രിയാണ്. എന്താണ് സീസൺ മാറാത്തത്? എന്താണ് എന്റെ സീസൺ മേൽ ഇത്രയും പ്രതികൂലം നിൽക്കുന്നത്? ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ ദൈവത്തോട് എടുക്കുന്ന ഉടമ്പടി അത് ദൈവസന്നിധിയിൽ ഒന്ന് നിരത്തി വെച്ചേ. ഉടമന ഹദരകം. ആമേൻ. അടഞ്ഞിരിക്കുന്ന വാതിലുകളെ തുറക്കുന്ന രാത്രിയാണ്. രാത്രി അടഞ്ഞിരിക്കുന്ന ചില വാതിലുകളെ തുറക്കുന്ന രാത്രിയാണ്. രാത്രി നിന്റെ ഹല്ലേലൂയ ഏത് മേഖലയെന്ന് നീ സ്പെസിഫൈ ചെയ്യണ്ട, നീ ഒന്ന് ക്ലെയിം ചെയ്യാൻ തയ്യാറാണ്. ഇന്ന് രാത്രി ദൈവം സന്നിധിയിൽ ആമൻ ആരെങ്കിലും ഹല്ലേലൂയ ആമൻ ദൈവനാമത്തിൽ കൊടുത്തോട് നിങ്ങൾ ആരും ഹല്ലേലൂയ ആമൻ എങ്ങും പോയിട്ടില്ല. ഇന്ന് മുതൽ പറ, ഞാൻ കർത്തൃ നാമത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി എന്റെ പ്രാർത്ഥന, എന്റെ ആരാധന, എന്റെ പാട്ടുകൾ ഒക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോവാ. അതാണ് പാട്ടുകാരൻ പാടുന്നത്, എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാഗ്യകാലം ഓർക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം തുള്ളുന്നുണ്ടോ? ദൈവത്തോട് കർത്താവെ, പലരുടെയും ഹല്ലേലൂയ പല വാക്കുകൾ ഞാൻ കേൾക്കുമ്പോൾ ഒന്ന് പറയും ഹല്ലേലൂയ, എന്നാലും ദൈവദാസിയെ ഞങ്ങളോട് ഇങ്ങനെ ദൈവത്തിന് ചെയ്യാമോ? ഞാൻ അവരോട് ഇത് ചോദിക്കും, നീ ദൈവത്തിനോട് ഇത്രയും ചെയ്യാമെങ്കിൽ ഇതൊക്കെ ഒരു സ്മോൾ, ദാറ്റ്സ് ഓൾ സ്മോൾ തിങ്സ്. ദൈവത്തോട് നമ്മൾ എടുക്കുന്ന തീരുമാനം ഒത്തിരി വലിയ തീരുമാനമാണ്, ഒത്തിരി വലിയ തീരുമാനം. ആമേൻ. ഹല്ലേലൂയ. ചിലരൊക്കെ എടുത്തടിച്ച്, എനിക്ക് ഒത്തിരി അമ്മ ഓർമ്മകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ പോന്ന സിസ്റ്ററെ, ജോലി ഒന്ന് കിട്ടിയാൽ മതി, ആദ്യത്തെ ശമ്പളം കർത്തൃവേലയ്ക്കാണ്. ജോലി കിട്ടി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, ആദ്യത്തെ ശമ്പളം കൈ കിട്ടുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒത്തിരി കടങ്ങളുണ്ടെന്ന്. പിന്നെ ഹല്ലേലൂയ, ഇന്ന് രാത്രി ഹല്ലേലൂയ എടുക്കുന്ന തീരുമാനം നീ കർത്താവിന്റെ നാമത്തിൽ ചെയ്യാൻ തയ്യാർ. അപ്പൊ ചിലരൊക്കെ പറയും, ഞാനൊന്ന് അഭിഷേകം, ഒന്ന് പ്രാർത്ഥനയിൽ, ചില ഉപവാസ പ്രാർത്ഥന ഒക്കെ കയറുന്നവരൊക്കെ പറയും, അടുത്ത മാസം തൊട്ട് ഹല്ലേലൂയ, അടുത്ത ദിവസം തൊട്ട് ഞാൻ ദൈവവേലയ്ക്കാണ്. എന്റെ സമയങ്ങൾ വേർതിരിക്കുന്ന ദൈവരാജ്യത്തിനാണ്. രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ. പല രോഗികൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോഴത്തേന് ചില അച്ഛനും അമ്മാമ്മമാരൊക്കെ ചോദിക്കും, സിസ്റ്ററെ ഞാൻ ഇപ്പം തീരുമാനം എടുത്തേക്കോ, മൊത്തം തീരുമാനം. ഞാൻ ചോദിച്ചു, എന്താ തീരുമാനം? എന്തുവാ? അടുത്ത ദിവസം തൊട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോഴായിരിക്കും തലവേദന കൂടുന്നത്, അപ്പോഴേക്ക് പ്രഷർ കൂടുന്നത്, അപ്പോഴേക്ക് ഷുഗർ കൂടുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എങ്ങോട്ടാ തിരിയും? നമുക്ക് വേണ്ടി തിരിയും. ഇന്ന് രാത്രി നീ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നീ അനുഭവിക്കുന്ന എന്തുകൊണ്ടെന്നറിയാം? നിനക്ക് ആ വേദന മനസ്സിലാകുമ്പോഴേ നീ ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്, പക്ഷെ ഇതുവരെയും ചലിച്ചിട്ടില്ല. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ പലപ്പോഴും ചിന്തിച്ചതാണ്, കർത്താവെ ഒരു ദിവസമെങ്കിലും ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, 24 മണിക്കൂറിൽ 2.5 മണിക്കൂർ ദശാംശം കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ ചെലവാക്കുന്ന നന്മകൾ ഒരു 10 ദശാംശങ്ങൾ നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് കൊടുക്കാൻ തയ്യാറാണോ? അത് കർത്താവ് ഹല്ലേലൂയ ഇന്ന് പല കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല, ആമേൻ, വഞ്ചിക്കാത്തിട്ടത്, അനേകർക്ക് ഒരു ആശ്വാസമായത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളൊന്ന് നിങ്ങൾ ചെലവാക്കുന്ന ലിസ്റ്റുകൾ, ഒന്ന് ചെലവാക്കുന്ന നന്മകൾ, അതിന്റെ ഒരു അംശം കൊടുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെയും എന്റെയും ജീവിതത്തിൽ മേൽ പരാജയം വരുന്നതിന്റെ കാരണങ്ങളാണ്. പല ദൂതുകൾ കേട്ട് സന്തോഷിച്ചു പോകുന്നവരാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, നാമെ സന്തോഷിച്ചു പോകുന്നതിന് മുന്നമേ നീ നിന്നെ തന്നെ ഒന്ന് ശോധന. അതാണ് യെസ്കിയാവോ ചെയ്തത്. അവൻ കേട്ട ദൂതനെ ഒന്ന് റീകളക്ട് ചെയ്ത് തന്നെത്താൻ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ, തന്നെത്താൻ ഒന്ന് സ്ട്രേറ്റ് ഫോർവേഡ് ആക്കിയപ്പോൾ, തന്നെ തന്റെ ലെവലില് തന്റെ ട്രാക്കിനെ നേർവഴിയിൽ കൊണ്ടുപോയപ്പോൾ താൻ ഗോൾ ഷീറ്റിലെത്തി. ഇന്ന് രാത്രി നീയും ഞാനും ട്രാക്കിനകത്താണോ? ഇന്ന് രാത്രി എത്ര പേർ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ഹല്ലേലൂയ തീരുമാനം എടുത്തോരൊന്ന് അമേൻ കരങ്ങളെ ഉയർത്തി നിന്റെ ഭവനത്തെ നോക്കി പറ, എന്റെ ഭവനത്തിൽ എന്റെ കലത്തിലെ മാവ് കുറയാതെ വേണം, ഭരണിയിലെ എണ്ണ കുറയാതെ എന്റെ ദൈവം പുലർത്തുമെന്ന് ആത്മാർത്ഥ. എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ കരം ഉയർത്തല്ലേ. എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കാൻ പെൻഡിങ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരം ഉയർത്തല്ലേ. ഹല്ലേലൂയ. ആമേൻ. ഇല്ല, ഞാൻ ഇന്ന് ചെയ്തു കൊടുക്കാം, ഞാൻ ഇന്ന് ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനൊക്കെ തനി ബേബി പാസ്റ്ററോ അല്ലെങ്കിൽ ഞാനും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അനിൽ ജോർജ് ഇവരാരുമല്ല റഹോബോത്ത് മിനിസ്ട്രിയെ നടത്തുന്നത്. സ്വർഗമാണ്, എൻ്റെ സഭയെ ദൈവമാണ്. ദൈവം ഒരു നിയോഗം കൊടുത്തിട്ടുണ്ട്. അവൻ നിങ്ങൾ ആരും കരം നീട്ടിയില്ലെങ്കിലും ഈ മിനിസ്ട്രി നടക്കും. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെയാണ്. പക്ഷെ നിങ്ങൾ അതിലൊരു ഭാഗമാകുന്നെങ്കിൽ, നിങ്ങൾ അതിൽ ജനത്തിന് ഒരു വിടുതൽ നിങ്ങൾക്കൊരു ഭാഗമാകുന്നെങ്കിൽ, ഇന്ന് രാത്രി അതിന് നിങ്ങൾ കൈ ആമേൻ പൊറോട്ട് വലിക്കല്ലേ. ഇന്ന് രാത്രി നിങ്ങളൊരു ഭാഗമാകട്ടെ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഒരു വ്യക്തി, ഒരു ആത്മാവ് നഷ്ടമാകാതെ അവർ വിടിവിക്കപ്പെടുന്നെങ്കിൽ നിങ്ങൾക്കും അതൊരു കിരീടം ലഭിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നുള്ള ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേര് വരാതാണ്. കർത്താവിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതാണ് സാറാപത്ത് വിധവയുടെ പേര് ഈ വേദപുസ്തകം ഓർത്തത്. ഹല്ലേലൂയ. നിരാത്ത് നിന്റെ പേരിനെ ദൈവം ഓർക്കണമെങ്കിൽ നീ നന്മ എന്തെങ്കിലും ചെയ്യണം. സങ്കീർത്തനം 23-ാം സങ്കീർത്തനം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും
എന്നെ പിന്തുടരും. ഹല്ലേലൂയ. നന്മയും കരുണ അപ്പുറത്തെ വീട്ടുകാർക്കും എല്ലാം നിന്നെ പിന്തുടരണമെങ്കിൽ നിന്റെ ജീവിതത്തോട് നന്മ പ്രവൃത്തി വേണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കണക്റ്റഡ് ആയി ചില വ്യക്തി ജീവിതങ്ങളോട് ആത്മാവ് പറയുന്നു, ചില നന്മ പ്രവൃത്തികളെ ഓർക്കുന്ന കാലഘട്ടം അടുത്ത് നിൽക്കുന്ന കേട്ടോ. റിനു സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് ഈ സമയങ്ങൾ ലീഡ് ചെയ്ത് ഒന്നും നഷ്ടമാകത്തില്ല. ഒരു സമയം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കാലഘട്ടം വെളിപ്പെടാൻ പോകുന്നു. ആത്മാവ് ഇങ്ങനെ ദൂത് കൈമാറുന്നു. ആമേൻ. വരുന്ന ദിവസങ്ങൾ നിന്നെ ഞാൻ ഒരു ശക്തമായ ഒരു പ്രവാചകിയാക്കി ദൈവവചനത്തിൽ കൂടെ ഞാൻ നിന്നിൽ കൂടെ സംസാരിക്കുന്നത് ആഴമായ ഒരു വെളിപ്പാട്, ആഴമായ ഒരു ദർശനത്തിൽ കൂടെ ഞാൻ നിന്നെ പുറപ്പെടുത്തുന്ന കാലഘട്ടം അടുത്തു നിൽക്കുന്നെന്ന് ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ദൂതിനെ എത്ര പേര് ദൂതിനെ ഏറ്റെടുക്കാൻ പോകും? ഹല്ലേലൂയ. റീനു സിസ്റ്ററിനോട് മാത്രമല്ല ദൂത്, ആമേൻ, നിങ്ങൾ ഏറ്റെടുത്തു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് വരെയുള്ള നടന്ന സീസൺ അല്ല, ഇനി മുതലുള്ള ഉപവാസ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസ്തയാചരിച്ച് ഞാൻ വിശ്വസ്തയോടെ നിന്ന് ഹല്ലേലൂയ ആമേൻ ദൈവസ്ഥനെ ഒന്നോർത്ത് ഒറ്റ അപ്പം ആമേൻ ഏലിയാവ് കഴിച്ചിട്ട് പോയപ്പോൾ ആമേൻ ആമേൻ വിധവയ്ക്ക് ആയുസ് കൂടി. ഹല്ലേലൂയ. തന്റെ മകന്റെ ആയുസ് കൂടി. ഹല്ലേലൂയ. തനിക്ക് ജീവിക്കാനുള്ള കൃപ കൊടുത്തു. ക്ഷേമമായി പോറ്റുവാൻ തക്കവണ്ണം ദൈവം വഴികൾ തുറന്നു. തന്റെ ബ്ലോക്ക് ആമേൻ അതിലെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞില്ല. ഒറ്റ അപ്പത്തിൽ ഇത്ര ശക്തിയാണെങ്കിൽ ആമേൻ നമ്മൾ കൊടുക്കുന്നേ ഈ എത്ര ശക്തി കാണും? ഇന്ന് രാത്രി എത്ര പേര് ആ ദൂതനെ ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. ഈ എത്ര പേര് ഇന്ന് മുതൽ തീരുമാനമെടുക്കുക? ആമേൻ. ഞാൻ സാമ്പത്തികം മാത്രമല്ല, നിന്റെ ആരോഗ്യം, നിനക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിന് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ദൈവരാജ്യത്തിന് വേണ്ടി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ദൈവശക്തി വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവാത്മ ഇങ്ങനെ പറയുന്നു, ആമേ ചില ബ്ലോക്കായി കിടക്കാണ്. യെസ്, ജോയ്സി ജോർജ് ഹല്ലേലൂയ. ദൈവാത്മ പറയുന്നു, ജോയ്സി ജോർജ് ആമേൻ ആമേൻ ഹല്ലേലൂയ. അങ്ങനെ തന്നെ റീനി വർഗീസിനോട് പരിശുദ്ധം പറയുന്നു, ബ്ലോക്കായി കിടക്കുന്ന പരിശുദ്ധം ഇന്ന് രാത്രി തുറന്നു വിടാൻ പോകുന്ന ആത്മ. പക്ഷെ എടുത്ത തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുമെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഞാൻ തുറന്നു വിടുന്ന രാത്രിയാണ്. ആമേൻ. തലമുറയോട് ബന്ധപ്പെട്ട ചില വ്യക്തി ഇതിനകത്ത് നിൽക്കുന്ന ചില ബ്ലോക്കായിരിക്കുന്ന മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ദൈവകരത്തിൽ ആത്മാവ് പറയുന്നു, ഇന്ന് രാത്രി തുറന്നു വിടാൻ പോകുന്നു. ഓ റബാര ഹദര ഗദന റിഗബല. രാത്രി ആ ദൂതനെ എത്ര പേർ റിസീവ് ചെയ്യുന്നു? രാത്രി ആ ദൂതനെ റിസീവ് ചെയ്തോ ആരാധിക്കാൻ ചില തലമുറകളുടെ വിഷയത്തിൽ മേൽ ആമേൻ ചില ഹല്ലേലൂയ നടക്കത്തില്ലെന്ന് പലരും നിന്റെ മുഖം നോക്കി പറഞ്ഞെങ്കിൽ പരിശുദ്ധം പറയുന്നു, ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ആ വിധവയോട് നോക്കി പറഞ്ഞു, ഒരിക്കലും നടക്കത്തില്ല. ഇന്ന് രാത്രി ആത്മാ പറയുന്നു, ആമേൻ ആമേൻ. ആ വിധവ സാറാപത്തിലെ വിധവ തന്നെ ഭക്തനെ മാനിച്ചപ്പോൾ തന്നോട് പലരും പറഞ്ഞു, ഇനി നിന്റെ ജീവിതത്തിൽ നന്മ കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധ ദൂതൻ ഹല്ലേലൂയ പ്രവാചകൻ പറഞ്ഞു ഹല്ലേലൂയ ആമേൻ, ആ ഒരു അപ്പത്തിൽ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതെങ്കിൽ ഇന്ന് രാത്രി നീ എടുക്കുന്ന തീരുമാനത്തിൽ മേൽ ദൈവാത്മ ചിലർ തുറന്നു വിടുന്നു, ചില ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. യെസ് ലോർഡ്. എത്ര പേര് യെസ് ഹല്ലേലൂയ ഞാൻ റിസീവ് ചെയ്യുന്നു? ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ റിസീവ് ചെയ്യുന്ന വ്യക്തി ജീവിതമാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ നിന്നെ എന്നെ ജീവിപ്പിച്ച ദൈവപ്രവൃത്തി. ഇന്ന് രാത്രി മറന്നു പോകല്ലേ. നീ എടുക്കുന്ന തീരുമാനം ഉറച്ചോണം. ദൈവം നിന്റെ സ്ഥിതികളെ മാറ്റാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ സന്തോഷമുള്ളവരാണ്? ഇന്ന് രാത്രി എനിക്കറിയാം ആമേൻ സുനു സിസ്റ്റർ വന്നത് ഹല്ലേലൂയ ഞങ്ങളുടെ. പക്ഷെ എനിക്കൊന്നുണ്ട്, നിങ്ങൾ ഈ 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാൻ ചില വിടുതലിൽ കാണണം. ആമേൻ ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ പിതാക്കന്മാർ എൻ്റെ സഹോദരങ്ങളും എൻ്റെ സഹോദരിമാരുമാണ്, എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഹല്ലേലൂയ ഈ ആമേൻ ദൈവവചനം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ. കാരണം നിങ്ങൾ വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ ആമേൻ. എന്നും വന്ന് ഒരേ ദൂത് കേട്ട് നിൽക്കാനല്ല, ആ ദൂതിന്റെ ലെവൽ മാറാൻ പോകട്ടെ. നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ വെളിപ്പെടട്ടെ. ആമേൻ. എന്നും നീ സാറാപത്ത് ആമേൻ ക്ഷാമകാലത്ത് കിടക്കുന്നവളായിട്ട് കിടക്കാനല്ല. ഇന്ന് എന്റെ സീസൺ മാറാൻ പോകുന്നു. ഇന്ന് രാത്രി ചില സീസൺ മാറാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർ റിസീവ് ചെയ്യാൻ തയ്യാറാണ്? നിങ്ങൾക്ക് ഇരുന്ന് ആരാധിക്കാൻ പറ്റും, നിന്നൊന്ന് ആരാധിച്ച് നിങ്ങൾ ദൈവ സന്നിധിയിൽ ഞാൻ എടുത്ത തീരുമാനം ചിലപ്പോൾ നിങ്ങളുടെ കരത്തിൽ ഒന്നുമില്ലായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി നീ ആരാധിക്കാൻ നിന്റെ ശരീരത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ചില വിടുതൽ വെളിപ്പെടാൻ പോകുന്നു. ചില കുടുംബത്തിന്റെ അകത്തളത്തിൽ വിടുതൽ
വിടുതൽ വെളിപ്പെടാൻ പോകുന്നു. ചില യൂട്രസ് സംബന്ധമായി, നടു സംബന്ധമായി ഇന്ന് രാത്രി ആ വിടുതൽ വെളിപ്പെടാൻ പോകുന്നു. യെസ്, ഹല്ലേലൂയ. ചില എത്ര പേര് ഡിസ്ക് പ്രോബ്ലം ആയിരിക്കുന്നവരുണ്ട് ഇതിനകത്ത്? ഞാൻ ദൈവാത്മ വ്യക്തമായി പറയുന്നു, ചില ഡിസ്ക് പ്രോബ്ലം യൂട്രസ് സംബന്ധമായി. ആമേൻ, ഹല്ലേലൂയ. അത് ആമേൻ, ഹല്ലേലൂയ. നടുവിന് കാല് നിൽക്കാൻ വയ്യാതെ, പക്ഷെ ഇന്ന് രാത്രി നിന്റെ ഈ ആരാധനയ്ക്കകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു ചില രോഗ സൗഖ്യമാകുന്നു. ഇരുന്ന് കല നിങ്ങളുടെ ഫോണുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിരിക്കല്ല, നിങ്ങൾ നിന്ന് ആരാധിച്ചോ. ഇന്ന് രാത്രി നിങ്ങൾ വിടുതൽ ശരീരത്തിൽ വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. നീ കൃപ പ്രാപിക്കുമ്പോൾ നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരാൻ പോകുന്നു. യെസ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ശരീരത്തിനകത്തുള്ളത് ദൈവപ്രവൃത്തി ഒതുങ്ങിയ ചില ഹല്ലേലൂയ. ഇങ്ങനെ ദൈവം പറഞ്ഞു ഹല്ലേലൂയ. സാറാപത്തെ വിധവയുടെ മകന്റെ കാലിനെ ബന്ധിച്ചിട്ടേക്കുമായിരുന്നു. ഹല്ലേലൂയ. അവൻ ഇതിനകത്ത് തന്നെ ഒതുങ്ങിപ്പോയ, പക്ഷേ അവനും അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഇന്ന് രാത്രി ചില ചങ്ങലകളെ പൊട്ടുന്ന, അവൻ ചില യാത്രകളെ മുടക്കി വെച്ച ചില മണ്ഡലങ്ങളെ ഇന്ന് രാത്രി പൊട്ടിച്ച് പുറത്തു വരാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരും മൗനമായിരിക്കല്ലേ. ഇന്ന് രാത്രി ദൈവശക്തിയോടെ ഹല്ലേലൂയ. അടുത്ത ഡിവൈസിൽ ഇരിക്കുന്നവർ കൈകൊട്ടുന്നോന്നല്ല, ഇന്ന് രാത്രി നീ ആരാധിക്കാൻ തയ്യാറായിക്കോ. നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിക്കാൻ തയ്യാറായി. ഇന്ന് രാത്രി ചില വിടുതലുകൾ. യെസ്, ഇന്ന് രാത്രി ആമേൻ ദൈവാത്മ വ്യക്തമായി പറയുന്നു ചിലർ ഫൈനാൻഷ്യൽ മേഖലക്കകത്ത് വലിയൊരു ബ്രേക്ക് ത്രൂ വെളിപ്പെടുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ. നാളത്തേനെ നിങ്ങൾ വെക്കല്ലേ, ഇന്ന് രാത്രി തന്നെ എടുത്ത തീരുമാനത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടടുത്ത് റിലീസ് ചെയ്തോണം. ഇന്ന് രാത്രി കാലം ചിലപ്പം പറയും ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല, പക്ഷെ ആ സമയം പറഞ്ഞു വെക്കണം. ഞങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നു. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ കാണാൻ പോകുന്നു. യെസ്, ഇന്ന് രാത്രി ഹല്ലേലൂയ. എത്ര പേർ ഹല്ലേലൂയ നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ആരാധിച്ചിട്ടില്ലായിരിക്കും. പരിശുദ്ധാത്മാവോട് പറ, ദൈവത്തോട് പറ, കർത്താവ് ഇന്ന് വരെ ഞാൻ ആരാധിച്ചില്ല, പക്ഷെ ഇന്ന് മുതൽ ഞാൻ ആരാധിക്കാൻ പോകുന്നു. നിന്റെ ആരോഗ്യം, നിനക്ക് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം ഇത്രത്തോളം ആരാധിക്കാനാണെങ്കിൽ എത്രത്തോളം ആരാധിച്ചാൽ മതി. അളന്നു കൊടുക്കുമ്പോൾ അളന്നേ തരത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് അളന്നു കൊടുക്കുമ്പോൾ അളന്നേ തരത്തുള്ളൂ. പക്ഷെ ഹാളക്കാതെ ദൈവസന്നിധി നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? നിനക്ക് ഇതുവരെ കാണാത്തൊരു വിടുതല് നിന്റെ ശരീരത്തിൽ വെളിപ്പെടാൻ പോകുന്നു. അബ്രഹാം നിന്റെ ഭവനത്തിനകത്തളത്തിൽ വലിയൊരു ഡെലിവറൻസ് വെളിപ്പെടുന്നു. ഏൽപ്പിച്ചു കൊടുത്ത് പലപ്പോഴും തീരുമാനമെടുത്ത് ഒതുങ്ങിക്കൂടുന്ന മണ്ഡലങ്ങളായി, പക്ഷെ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു നീ പുറത്തു വരാൻ പോകുന്നു. രാത്രി എത്ര റിസീവ് ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവാത്മ ചില നടുവിന്റെ വേദന സംബന്ധമായി ചില കെട്ടുകൾ അഴിയുന്നു. ചില ഹല്ലേലൂയ നടുവിന്റെ ഡിസ്ക് മുതൽ ചില കെട്ടിയിട്ടെങ്കിലും ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുന്നു. എത്ര ഹല്ലേലൂയ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാണോ? എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചേ. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഞാൻ എഴുന്നേക്കാൻ പറയുന്നതിന്റെ കാരണം ചില കെട്ടുകമൻ, ചില വേദനകൾ, ചില ബ്ലോക്കായി കിടക്കുന്ന ചില മണ്ഡലങ്ങൾ, ചില ബ്ലഡ് സർക്കുലേഷൻ ആമേൻ മുന്നോട്ട് പോകാതെ വേണം ഒതുങ്ങി ചില ആമേൻ 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഉടബല രഗദന റിഗബലബല ശംധന അസ്തൻ രിഗനം ജൂഡാ രഗംധന ഉറബ ശംധന. യെസ്, ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ. ഹല്ലേലൂയ. ഉറബ ശംധന റിഖമന. യെസ്, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് അത് റിസീവ് ചെയ്യാൻ പോകുന്നു? ഇന്ന് രാത്രി അജോമോൻ ഏറ്റെടുത്തു. ഇന്ന് രാത്രി ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വേദന എന്നല്ല, ഇന്ന് രാത്രി നീ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണോ? നീ ദൈവസന്നിധിയിൽ തീരുമാനം എടുത്തിട്ടുണ്ടോ? ആ തീരുമാനത്തിനകത്ത് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ പ്രവൃത്തി ഹല്ലേലൂയ നിങ്ങൾ സമർപ്പിക്കുന്നത് പോലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാം അളന്നു കൊടുത്തോണ്ടാണ് കനാൻ ദേശത്തിലേക്ക് ഇസ്രായേൽ ജനം പോയപ്പോൾ അളന്നു കൊടുത്തത്. ഇന്ന് രാത്രി അളന്നു മേടിക്കാനല്ല, നിനക്ക് അല്പമെങ്കിലും ശേഷിപ്പുണ്ടോ? അല്പമെങ്കിലും ആമേൻ. നിന്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ടോ? അപ്രകാരം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആരും നോക്കിയിരിക്കാൻ പോയിരിക്കല്ലേ. ഇന്ന് രാത്രി അജിത്ത് എന്ന് പറഞ്ഞ ഡിവൈസിനകത്തോട് ദൈവശക്തി വെളിപ്പെടുക. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടുക. ഹല്ലേലൂയ. ചില ഒതുങ്ങിയിരിക്കുന്ന ചില മണ്ഡലങ്ങളെ നോക്കി പരിശുദ്ധം പറയുന്നു അതിനകത്ത് ഒരു ബ്രേക്ക് ത്രൂ വെളിപ്പെടാൻ പോകുന്നു. അതിനകത്ത് ബ്രേക്ക് ത്രൂ. ഇതിനകത്ത് ചിലതിനെ ദൈവ ശുശ്രൂഷ മേഖലയിലേക്ക് പുറത്തിറക്കാൻ പോകുന്നു. യെസ്, ഹല്ലേലൂയ. ചില വേദിയിലേക്ക്
ആമേൻ ചില മേഖലയ്ക്കകത്ത് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ചിലത് നിയോഗപ്പെടുത്താൻ പോകുന്നു, സെലക്ട് ചെയ്യാൻ പോകുന്നു. ഇന്ന് രാത്രി ചിലത് യെസ് ഹല്ലേലൂയ, ഇന്ന് രാത്രി ചിലതിന് ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂ റബാ രഗംധന യെസ് ഷൈജ ഏറ്റെടുത്തോ. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ നിന്റെ ശരീരത്തിൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. നിരാത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഹാലൂയ വാമേൻ ഹാലലൂയ. നിരാത്ത് ചില ക്ഷാമങ്ങൾ ഭവനത്തിനകത്തുളർത്തുന്നു. ആമൻ മാറിപ്പോകുന്നു. ഹാലലൂയ ആമൻ ക്ഷാമം മാറിപ്പോകുന്നു. ഹാലലൂയ. ഇന്ന് രാത്രി ഇതുവരെ ഒതുക്കിയ ചില മണ്ഡലങ്ങൾ ക്ഷാമത്തിൽ നിൽക്കുന്ന ഹാലലൂയ. നിങ്ങൾ ചിന്തിക്കും ക്ഷാമം എന്ന് പറഞ്ഞ ഭക്ഷണമില്ലാത്ത ക്ഷാമം മാത്രമല്ല, ചിലപ്പോൾ തലമുറയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ക്ഷാമമായിരിക്കുക, നിന്റെ കുടുംബത്തിൽ വിഷയം ക്ഷാമമായിരിക്കുക, ആമൻ നിന്റെ ആത്മീയ മണ്ഡലത്തിൽ ക്ഷാമമായിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി പരിശോധന അതിനകത്തൊരു ദൈവം വലിയൊരു ഡെലിവറൻസ് വെളിപ്പെടാൻ പോകുന്നു. യെസ് ലിജു ജോയ് ഹാലലിയ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പരിശുദ്ധ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഹാലലൂയ ഹാലലൂയ. ചിലർമേ ദൈവം അഭിഷേകത്തോടെ നിറയ്ക്കാൻ പോകുന്നു. പുതുഭാഷകൾ യെസ് ആനി ഏറ്റെടുത്തോ. നിരാത്ത് ദൈവാത്മാ നിന്നെ ഹല്ലേലൂയ ആമേൻ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹോറബാലഗദര അദരഗദര ജൂഡാമന യെസ് ജെസ്സി ടോംസി ഉറബ ശംധന റിഖമന ഹല്ലേലൂയ ഗ്ലോറബാല ഹദരഗദന ചൂഡംരഗദന യെസ് ജാൻവി ഏറ്റെടുത്തോ. നിരാത്ത് ദൈവപ്രവൃത്തി ഹല്ലേലൂയ ഗ്ലോറബാലഗദന റിഗമന ഹസ്തൻ റിഗനം റിവാലവലബൗ ശംദൻ റിഗന അദരഗാദനം റിഗാരബൗ ശംദന ആമേൻ ഗൗരവ ശാന്തന്തികന അതരഗാധനന്ദന റിഗനം. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി യെസ് റിനി വർഗീസ് ഉടബലബലബ നാളുകൾക്ക് മുന്നേ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന് അക്കമിട്ട് മറുപടി തന്ന ദൈവമല്ലേ. ഇന്ന് രാത്രി അന്ന് നീ തീരുമാനമെടുത്ത തീരുമാനം എവിടെ, കണ്ണുനീരെവിടെ, പ്രാർത്ഥന എവിടെ? ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് ഉപദേശിക്കുന്നു. പരിശുദ്ധ പറയുന്നു ഹല്ലേലൂയ വീണ്ടും ഹല്ലേലൂയ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ദൈവം പറയുന്നു ചില വിടുതലുകൾ, ചില അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് ജനത്തിന്റെ മധ്യയിൽ നിന്നോട് കൂടെ കണക്റ്റഡ് ആയിരിക്കുന്ന ദാസിയെ, നിന്നോട് കൂടെ കണക്റ്റഡ് ചില വ്യക്തിത്വങ്ങളിൽ പകരാൻ പോകുന്നു. നീ ആരാധിക്കുമ്പോൾ തന്നെ നിന്റെ തലമുറകളുടെ വിഷയത്തിൽ മേൽ ഒരു ചലനം വെളിപ്പെടാൻ പോകുന്നു. ഒരു ചലനം വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവശക്തി ബിജുനോട് പരിശുദ്ധം പറയുന്നു വളരെ ദിവസങ്ങൾ ഹല്ലേലൂയ നിന്നെ ഹല്ലേലൂയ ചില ഹല്ലേലൂയ മേഖലക്കകത്തോട്ട് ദൈവം നിന്നെ കൊണ്ടു നിർത്താൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് വ്യക്തമായ ദൂത് കൈമാറുന്നു. ആമേൻ ഹല്ലേലൂയ ആമേൻ. നിന്റെ പ്രാർത്ഥന മുഖാന്തരം, നിന്റെ ആലോചന പ്രവചനം മുഖാന്തരം അനേകരുടെ അടഞ്ഞിരിക്കുന്ന ചില വാതിലുകളെ തുറക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നെന്ന് ഇന്ന് രാത്രി മറന്നു പോകലെന്ന് ആത്മാവ് വ്യക്തമായ ദൂത് കഴിഞ്ഞ നാളുകൾ കണ്ട ദർശനം, കണ്ട വെളിപ്പാട് നിന്റെ ജീവിതത്തിന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആമേൻ ആമേൻ അടയ്ക്കുക. ആമേൻ വാഗ്ദത്തം വെളിപ്പെടുമ്പോൾ ദൂത് കേൾക്കുമ്പോൾ ആമേൻ പലപ്പോഴും ആമേൻ മുറുകപ്പെടുന്ന ഹല്ലേലൂയ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില മണ്ഡലങ്ങൾ. പക്ഷെ അതിനെ കണ്ട് നീ ഭാരപ്പെട്ടു പോകാനല്ല, അതിനെ കണ്ട് നീ ഭയപ്പെട്ടു പോകാനല്ല. പരിശുദ്ധം പറയും ഞാൻ നിന്നെ പുറപ്പെടുത്തി. യെസ് ജോൺസൺ എന്ന് പറഞ്ഞ ഡിവൈസിനകത്ത് പരിശുദ്ധം പറയുന്നു ഹല്ലേലൂയ ചില പെൻഡിങ്ങിനെ ദൈവം പൂർത്തീകരിക്കാൻ പോകുന്നു. ഹല്ലേലൂയ ചില പെൻഡിങ് വർക്കിനെ പരിശുദ്ധാത്മാവ് ആമേൻ 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 ഹല്ലേലൂയ എൻക്ലോസ് ചെയ്തിരിക്കുന്ന പെൻഡിങ് ക്ലോസ് ചെയ്തിരിക്കുന്ന അതിനെ റീ ഓപ്പണിംഗ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ ഇനി നടക്കത്തില്ലെന്ന് പ്രാർത്ഥിച്ച ചില വിഷയത്തിന് മറുപടിയില്ലെന്ന് പറയുന്ന ചില മണ്ഡലങ്ങളെ നോക്കി ഇന്ന് രാത്രി പരിശുദ്ധം പറയുന്നു ഞാൻ തുറന്നു വിടാൻ പോകുന്നു, ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നു. യെസ് വചനം പറയുന്നു ക്ഷാമം മാത്രം നിന്റെ ജീവിതം അസ്തമിക്കാനല്ല, ഈ ക്ഷാമത്തിന് അകത്ത് ഒരു റിലീസ് വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. യെസ് ഹല്ലേലൂയ നിരാത്ത് ദൈവശക്തി ചിലതിന്മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ബിജോയ് ജമ്മു കാശ്മീരിൽ നിന്ന് ദാസനോട് പരിശുദ്ധം പറയുന്നു ആമേൻ ഹല്ലേലൂയ ഇതുവരെ ചെയ്ത ശുശ്രൂഷകളല്ല പരിശുദ്ധം പറയുന്നു ഹല്ലേലൂയ ആമേൻ ചില നാളുകൾക്ക് മുന്നേ ആമേൻ ചില കരങ്ങളെ ഉയർത്തുമെന്ന്, ചില കരങ്ങളെ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ വളർത്തുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞ കാലഘട്ടം
കേട്ടാ. പക്ഷെ പരിശുദ്ധം പറയുന്നു ഹാലലൂയ, ഞാൻ അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദിവസങ്ങൾ, കാലങ്ങൾ അടുത്തു നിൽക്കുന്നെന്ന് ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ചിലത് ദൈവം ചേർത്ത് നിർത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി മറന്നു പോകലെന്ന് ആത്മാവ് പറയുന്നു. ചിലതിനെ ചേർത്ത് ഇതുവരെ കാണാത്ത ചില വ്യക്തി ജീവിതങ്ങളെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം അവരെ ഹല്ലേലൂയ ഉയർത്തി മാനിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞ ആരും ഇല്ലാത്തവരെ ചേർത്ത് നിർത്തുവാൻ, അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം സമൃദ്ധി കലപ്പുറകൾ മേൽ ഷാമേൻ ഹല്ലേലൂയ അകത്തളത്തിൽ മേൽ ദൈവം നിറയ്ക്കാൻ പോകുന്ന ആത്മാവ് പറയുന്നു. ക്ഷാമത്തിൽ കിടക്കുന്ന ചിലതിനെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ആമേൻ അതിനകത്ത് ഹല്ലേലൂയ ഒരു സമൃദ്ധി വെളിപ്പെടാൻ പോകുന്ന ആത്മാവ് പറയുന്നു. ഇന്ന് കാണുന്ന ശോധനയായിരിക്കും, ഇന്ന് കാണുന്ന ശൂന്യമതയായിരിക്കും, പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധം പറയുന്നു അറിയാത്ത ചില വാതിലുകൾ തുറക്കാൻ പോകുന്നു, അറിയാത്ത ചില വാതിലുകൾ തുറക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവമ ഇതിനകത്ത് നിൽക്കുന്ന പല വ്യക്തിത്വങ്ങളോട് പരിശുദ്ധം പറയുന്നു നിനക്ക് ഹല്ലേലൂയ ആമേൻ ചിലപ്പം കൊടുത്തിട്ട് എങ്ങൊന്നും ഇല്ലായിരിക്കും, പക്ഷെ പരിശുദ്ധം പറയുന്നു അറിയാത്ത ചില വാതിലുകൾ, അറിയാത്ത ചില വാതിലുകൾ ആമേൻ ചില കാക്കകളെ അയക്കാൻ പോകുന്നു. ആമേൻ ഇന്ന് രാത്രി ആ റിസീവ് ചെയ്യുന്ന മിനിസ്ട്രിയോട് പരിശുദ്ധം പറയുന്നു ചില അറിയാത്ത മേഖലയ്ക്കകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? ഇന്ന് രാത്രി ചില ഇതിനകത്ത് ഹല്ലേലൂയ മിനിസ്ട്രി മാത്രമല്ല ഇതിനകത്ത് കണക്റ്റഡ് ആയി ചിലരുടെ അക്കൗണ്ടിനകത്ത് അസാധാരണമായ ഒരു ഡെലിവറൻസ് വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര റിസീവ് ചെയ്യുന്നു? ഇന്ന് രാത്രി ഹല്ലേലൂയ ശരീരത്തിനകത്തളത്തിൽ ആമേൻ ശരീരത്തിനകത്തളത്തിൽ പോലും ആമേൻ റീപ്ലേസ്മെന്റ് ചെയ്യണം, ഹല്ലേലൂയ റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ വിധിക്കുമ്പോൾ ഇന്ന് രാത്രി നിന്റെ ആത്മാവിൽ ആരാധനക്കകത്ത് റീബിൽഡ് ചെയ്യാൻ പോകുന്നു, റീക്രിയേഷൻ ചെയ്യാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർ റിസീവ് ചെയ്യുന്നു? ഹല്ലേലൂയ ഇന്ന് രാത്രി ചില ശരീരത്തിനകത്തളത്തിലുള്ള ശരീരത്തിൽ അവയവങ്ങൾ പോലും റീപ്ലേസ് ചെയ്യുന്ന എന്റെ ദൈവത്തിന്റെ കരുതൽ ഇന്ന് രാത്രി വെളിപ്പെടുന്നു. കഥാന്റെ ദാസനെ പരിശുദ്ധം പറയുന്നു ആമേൻ കേട്ട ദൂതിനകത്ത് ഒന്ന് അയവിറക്കുവാൻ തയ്യാറാണോ? പരിശുദ്ധം പറയുന്നത് ഇരിക്കാനുള്ളതല്ല, ആമേൻ വേഗത കൂട്ടാൻ പോകുന്നു, കാലിൽ വേഗത കൂട്ടാൻ പോകുന്നു. ഇതുവരെ കാണാത്തൊരു വേഗത, ഇതുവരെ ഓടാത്തൊരു വേഗത. ആമേൻ കാലിൽ കൂടെ നിൽക്കുന്നവരെ നോക്കി ഓടാനല്ല, ആമേൻ ഞാൻ നിന്റെ കരം പിടിച്ച് ആമേൻ ആഹാബേ ആമേൻ രഥം പൂട്ടിക്കോ, ആമേൻ വേഗത കൂട്ടുവാൻ തക്കവണ്ണം അഭിഷേകത്തിനെ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും. നിരാത്രി എത്ര റിസീവ് ചെയ്യുന്നു? യെസ് ഹല്ലേലൂയ നിരാത്രി യെസ് അജിത് കുമാർ റിസീവ് ചെയ്ത് നിരാത്രി ആരും മൗനമായിരിക്കല്ലേ. നിരാത്രി ചിലതിന്മേൽ ഹല്ലേലൂയ യു ആർ ഗോയിങ് ടു ബി സെലക്ടഡ്, യു ആർ ഹല്ലേലൂയ നിരാത്രി ചിലരെ സെലക്ട് ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്, നിരാത്രി ചിലരെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നിരാത്രി വലിയ ഹല്ലേലൂയ അടഞ്ഞിരിക്കുന്ന വാതിൽ ഇന്ന് നിങ്ങളെടുത്ത തീരുമാനത്തിൽ മേൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ പണ്ട് കാലത്ത് ബാറ്റ സിസ്റ്റം ആയിരുന്നു, ടേക്ക് ആൻഡ് ഗിവ്. ഹല്ലേലൂയ ആമേൻ കൊടുത്താലേ കിട്ടത്തുള്ളൂ. ഇപ്പോഴാണ് ആമേൻ നമുക്കെല്ലാം മേടിക്കാനേ അറിയത്തുള്ളൂ, കൊടുക്കാൻ അറിയത്തില്ല. ഇന്ന് മുതൽ നീ ബാറ്റ സിസ്റ്റമിലേക്ക് ഇറങ്ങണം. ഇന്ന് രാത്രി നിനക്ക് നീ എത്രത്തോളം കൊടുക്കുന്നോ അതിന് 100 മടങ്ങ് ദൈവം നിനക്ക് വേണ്ടി തരുന്ന ദൈവകരമാണ് ഇന്ന് രാത്രി ആമേൻ ചലിക്കുന്നത്. നാളെ ഒരു സമയത്ത് അയ്യോ ദൈവമേ എനിക്കറിയില്ലെന്ന് പറയാനില്ല. നിരാത്രി ആമേൻ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നോണ്ടാണ് ഇന്ന് രാത്രി ഈ ദൂത് നിങ്ങൾ മേൽ കടന്നു വന്നത്. ചില സാറാപത്ത വിധവയെ പോലെ ജീവിക്കുന്നവർ പലരും ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ട് ഇന്ന് രാത്രി കണക്റ്റഡ് ആയിരിക്കുന്ന മിക്ക ജനം 45 ഡിവൈസിനകത്ത് ക്ഷാമമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു ആ ക്ഷാമത്തെ ഞാൻ മാറ്റുന്ന രാത്രിയാണ്. യെസ് ഇന്ന് രാത്രി ദൈവശക്തി വെളിപ്പെടുക, ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം റിസീവ് ചെയ്തോണ്ടിരിക്കോ, ഇന്ന് രാത്രി ദൈവശക്തി ഇന്ന് രാത്രി എത്ര പേര് അതിനെ റിസീവ് ചെയ്തോ? ഒന്ന് ആരാധിക്കാൻ തയ്യാറാണോ? കരങ്ങളെ നിങ്ങൾ കരങ്ങളെ ഒന്ന് അടിച്ചൊന്ന് ആരാധിച്ച് ഇന്ന് രാത്രി നീ മൗനമായിരിക്കാനല്ല, ഇന്ന് രാത്രി നീ മൗന സ്തോത്രം എന്ന അധരത്തോട് ദൈവത്തോട് സ്തോത്രം പറഞ്ഞ്
ആരും മൗനമായിരിക്കല്ല. ജോലി സ്ഥലത്താണെങ്കിൽ ഓക്കെ, ബാക്കിയുള്ള റെസ്റ്റ് ഹാലലിയ. യാമിൻ ദൈവത്തിനൊന്ന് ആരോഗ്യം, നിന്റെ ആരോഗ്യത്തിന്റെ ആരാധന ഒന്ന് കൊടുത്തേ. നിരാത്രി നീ ശക്തമായി ഒന്ന് ആരാധിക്കാൻ തുടങ്ങിക്കേ. നാളുകളായി ഹാലലിയ ആരാധിക്കാൻ ആമൻ കൈകളെ എല്ലാം ജോയിന്റ്സുകളെല്ലാം ബ്ലോക്ക് ആയെങ്കിൽ മരുന്നല്ല, നിന്റെ ആരാധനയ്ക്കകത്ത് ചില ജോയിന്റ്സിനൊക്കെ ഫ്രീ ആകാൻ പോകുന്നു. യെസ് നിരാത്രി നീ പ്രാപിച്ച അഭിഷേകത്തോട് നീ ഒന്ന് ആരാധിച്ച് നിരാത്രി ചില അടഞ്ഞിരിക്കുന്ന വാതിൽ തുറക്കുന്ന രാത്രിയാണ്. നിരാത്രി ദൈവശക്തി വ്യാപരിക്കാം. നിരാത്രി ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിരാത്രി ദൈവശക്തി ഹാലലൂയ ഹാലലൂയ. നിരാത്രി ഹാലലൂയ നിന്റെ ആരാധന അകത്ത് ചില ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഹാലലൂയ. യെസ്, ഇന്ന് രാത്രി ഹാലലൂയ നിങ്ങൾ തമാശ എടുക്കല്ലേ. ചില ഖാമേൻ അറിയാത്ത ചില വാതിൽ തുറക്കുന്ന രാത്രിയാണ്. ഏലിയാവേ നിനക്ക് വേണ്ടി ഹാലലൂയ ആമേ ഏലിയാവിനോട് കാക്കി അയച്ചു. ഇതൊന്നും അസാധ്യം. ഇതൊക്കെ മനുഷ്യ ചിന്തയിൽ അസാധ്യമാണ്. പക്ഷെ ദൈവം തുറന്നു. രണ്ടാമതൊക്കെ സാറാപത്ത വിധ ഒരു ബന്ധവുമില്ലാതെ കടന്നു. പക്ഷെ അവിടെയും ബന്ധമില്ലാത്ത ചില മേഖലകൾ ദൈവം തുറക്കാൻ പോകുന്നു. ആമേൻ 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 ആമേൻ. ഓ റബാ ലഗാധന. रात्रि അടുത്തിരിക്കുന്ന ഡിവൈസ് എത്രത്തോളം കൈകൊട്ടുന്നല്ല. आमिर हालेलुया. अगर कोई भी हिंदी वाले रहे तो अपने हाथों को ताली बजाकर परमेश्वर की स्तुति करे. हालेलुया. शांत ना बैठे कोई भी. परमेश्वर की महिमा के लिए आपको परमेश्वर हालेलुया बुलाया गया है. ഇന്ന് രാത്രി എത്ര പേര് സ്വീകരിക്കാൻ തയ്യാറാണ്? ഓ റബാ ലഗദരഗമന. അതരഗ നിന്റെ സ്ഥിതി ലെവൽ മാറണമെങ്കിൽ, നിന്നെ സെലക്ട് ആക്കണമെങ്കിൽ നീയും ദൈവമായ ഒരു ബന്ധം വേണം. എന്ന് ഉപവാസത്തിൽ വന്നു പോകുന്നവരായിട്ടല്ല, ഓരോ ഉപവാസത്തിൽ മേൽ മറുപടി കണ്ടെഴുന്നേക്കണം. ഞാൻ ആ ഒരു നിർബന്ധമുള്ള ആളാണ്. ആമേൻ. ഞങ്ങൾ ഹല്ലേലൂയ ഉപവാസത്തിൽ വെക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ മറുപടി എഴുന്നേക്കാം. കഴിഞ്ഞ ദിവസം 21 ദിവസം ഞങ്ങൾ ഉപവസിച്ചു. ദൈവാത്മ പറഞ്ഞു, ഞാൻ ഈ കുടുംബ അംഗങ്ങളുമേൽ മരണത്തിന്റെ കെട്ടായി ആമേൻ ഉണ്ടെന്ന്. ആമേൻ. വേഗം ഞങ്ങൾ മുട്ടുമടങ്ങാൻ തുടങ്ങി. വേഗം ആമേൻ. 20ാമത്തെ രാത്രി ഹല്ലേലൂയ ഓരോ കുടുംബങ്ങൾ ആഞ്ഞടിച്ചു, പക്ഷെ വിട്ടുകൊടുത്തില്ല. ഒരു എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ വണ്ണം. ആമേൻ. ആത്മാ ഞാൻ പറയട്ടെ, 20ാമത്തെ രാത്രിയിൽ ആമേൻ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി ആമേൻ ഡെലിവറി ആയ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, പിശാച് മല്ല് പിടിച്ചു എണ്ണത്തിൽ കുറയ്ക്കുമെന്ന്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എണ്ണത്തിൽ കുറയാതാണ്, ഒന്നിനെയും കൂടി കൂട്ടി. ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. പിശാച് വെല്ലുവിളിക്കുമ്പോൾ നീ തകർന്നു പോകാനല്ല, ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ സമർപ്പിക്കാൻ തയ്യാറാണ്? ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് മരണം നിന്റെ കൂടെ വരാനല്ല, മരണത്തെ ജയിക്കുന്ന അഭിഷേകമാണ് ഏലിയാവായ പ്രവാചകൻ ചെയ്തത്. ഹല്ലേലൂയ. യോർദാൻ മേൽ കാല്. ഇന്ന് രാത്രി ഭക്തന്മാര്, നിനക്ക് നിന്റെ കൂടെ നിൽക്കുന്ന പ്രവാചകന്മാര് അല്ലെങ്കിൽ ദൈവദാസന്മാര് വരുന്ന നിന്റെ ഭവനത്തിന്റെ മരണപ്പോരഴിക്കുക. അവർ കാല് കുത്തുമ്പോൾ തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടുക. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അവൾ ഒത്തിരി നെഗറ്റീവ് പറഞ്ഞെങ്കിൽ വിധവ, പക്ഷെ തൻ്റെ ഉള്ളിൽ ഒന്നുണ്ട്, തൻ്റെ ഭക്തനെ പോറ്റണം. ഹല്ലേലൂയ. എൻ്റെ പോരായ്മകളല്ല ദൈവം അയച്ചതെങ്കിൽ ദൈവത്തിന് നിയോഗമുണ്ട്. ഇന്ന് രാത്രി നീ കേട്ട ദൂത്, കേട്ട വചനം നിന്റെ ജീവിതത്തിൽ വെറുതെ വന്നതെങ്കിലും ഇതിനകത്തൊരു നിയോഗമുണ്ടെന്ന്. 45 അല്ല എനിക്കൊന്ന് 50 ഡിവൈസുകളുണ്ട്. അവരൊക്കെ പോയെങ്കിൽ സാരമില്ല, പക്ഷെ ഈ വചനം ഓരോ വീടുകൾ ചലിക്കും. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ചില ബ്രേക്ക് ത്രൂ വെളിപ്പെടാൻ പോകുന്നു. അസാധാരണമായ ദൈവശക്തി ലൈവ് ശ്രവിക്കുന്ന ജീവിതത്തിൽ മേലും അസാധാരണമായ ദൈവസ്ഥാനത്ത് ആമൻ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുമ്പോൾ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ ജീവിതം അസാധ്യമായ ദൈവപ്രവൃത്തി. ആമൻ ആമേൻ. ഒരു നേരത്തെ ഹല്ലേലൂയ ഏലിയാവിന് ഒരു അപ്പം കൊടുത്തപ്പോൾ ആമേൻ നോയിക്കോണം, ക്ഷാമകാലത്ത് അവക്കൊരു മാന്യത ലഭിച്ചു. ഹല്ലേലൂയ. അവിടെ മകനൊരു മാന്യത ലഭിച്ചു. ആ ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുവാൻ തക്കവണ്ണം അഭിഷേകത്തോട് ഇന്ന് രാത്രി എത്ര റിസീവ് ചെയ്യുന്നു ഈ വചനം എൻ്റെ ജീവിതത്തിൽ നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു.
വിശ്വസിക്കുന്നു ഈ വചനം എന്നെ മാറ്റിമറിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി എന്നെ കേട്ട ദൂതുകൾ, നാളുകൾ കേട്ട സാറാപത്തും വിധവയും ആ വിധവയും മകനും കേട്ട ദൂതുകൾ ചലിക്കാതെ കടന്നപ്പോൾ ഒറ്റയപ്പത്തിനകത്ത് തന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറിയെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം നിന്റെയും എന്റെയും ചരിത്രത്തെ മാറ്റുന്ന രാത്രിയാകട്ടെന്ന് ഞാൻ ഹല്ലേലൂയ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം സമയങ്ങൾ ആമേൻ ഈ വചനത്തെ നിങ്ങൾ ഏവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയങ്ങൾ എന്നെ ശ്രവിച്ച് എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും കർത്താവിന്റെ ആമേൻ ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസിക്കും ആമേൻ 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 റഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രി ആമേൻ അതിന്റെ ഹോസ്റ്റായി നിൽക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനി ബേബി പാസ്റ്ററിനും കടന്ന എല്ലാ അഭിഷക്തന്മാർക്കും ആമേൻ ഹല്ലേലൂയ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ എന്നെ ഓർക്കുമ്പോൾ, ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർക്കുമ്പോൾ, ന്യൂ ഹോപ്പ് ഇൻ ക്രൈസ്റ്റ് ഇന്റർനാഷണൽ മിനിസ്ട്രി ഓർക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. ക്രിസ്തുവിൽ ഞങ്ങൾ പ്രസിദ്ധമാകണം. ഇതിലപ്പുറം ഒന്നും വേണ്ട. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ശക്തമായി ഉപയോഗപ്പെടുവാൻ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊള്ളുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ. താങ്ക് യു സിസ്റ്റർ സുലു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് വൈകിയ സമയത്ത് നമ്മളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാനായിട്ട് ദൈവം ഭാഗ്യം കൊടുത്തു. കേട്ട വചനം നമ്മളെ സരഭാത്തിന്റെ വിധവ ഹല്ലേലൂയ ക്ഷാമകാലത്ത് നമ്മളെ ക്ഷേമമായിട്ട് പോറ്റുവാന് പക്ഷെ ഒരു ക്ലോസ് ദൈവോട് വെച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കാൻ തയ്യാറായിരിക്കണം. നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കണം. നമ്മുടെ ദൈവവചനത്തിൽ പറയുന്നത് നമ്മൾ കടം മേടിക്കുന്നവരായിരിക്കരുത്, നമ്മൾ കടം കൊടുക്കുന്നവരായിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ കൈകളിൽ അങ്ങനെ ആയിരിക്കണം. നമ്മൾ ദൈവവിളിക്ക് വേണ്ടി ഇറങ്ങുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വചനങ്ങളെല്ലാം നമുക്ക് ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ആ ഒരു ആകാംക്ഷയോട് കൂടെ തന്നെ ആയിരിക്കാം നമുക്ക് ഈ ദിവസങ്ങളെല്ലാം ഈ മീറ്റിംഗ് ഇപ്പം ബ്രദർ സാം എബ്രഹാം ഇത് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇത് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിനകത്ത് ആരെങ്കിലും പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന എല്ലാ മാസത്തിനും ആരംഭ 1 to 7 ആദ്യത്തെ ആഴ്ചയിൽ ഇവിടെ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരിക്കും. കൂടാതെ ട്യൂസ്ഡേയിൽ ആൻഡ് ഫ്രൈഡേയിൽ അവിടെ പ്രയർ നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പറയണം, പ്രാർത്ഥിക്കുവാനുണ്ടെങ്കിൽ ദേവദാസന് അവൈലബിൾ ആണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി വളരെയധികം അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേവദാസൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവ ആലോചന ശക്തമായിട്ട് പറയുന്നതായിരിക്കും. May God bless you, Brother Sam Abraham, to pray and conclude this session. ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു നാഥ. കർത്താവെ, വിഭിന്ന ടൈം സോണിലായിരിക്കുന്ന ഞങ്ങളെ കർത്താവെ, ക്രിസ്തു ആകുന്ന കർത്താവെ ആ പാറലിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ദൈവസ്ഥലിൽ കർത്താവെ ദൈവനാമത്തെ ഉയർത്തുവാൻ ആരാധിപ്പാൻ ശ്രോതപ്പച്ചൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പച്ച. ഇന്ന് ജോയിൻ ചെയ്ത കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവസ്ഥലിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം കർത്താവെ. ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളുടെ വിഷയങ്ങളെ കർത്താവെ ഉപവാസത്തോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അപ്പാ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുമാറാകണം, നന്മകളാൽ നിറയ്ക്കുമാറാകണം കർത്താവെ. ലീഡ് ചെയ്യാൻ കർത്താവെ സിസ്റ്ററിനോട് കർത്താവ് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. തന്റെ ദാസ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കൊടുത്ത കർത്താവെ കാഴ്ചപ്പാടിനായി കർത്താവെ നന്ദി പറയുന്ന അപ്പച്ച. തന്റെ ദാസ്യ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവേല ദിനംതോറും വർദ്ധിച്ചു വരുവാൻ തന്റെ ദാസിയെ സഹായിക്കണം, നന്മകളാൽ നിറയ്ക്കണം, കുടുംബമായി ദേശത്ത് അനുഗ്രഹിക്കണം കർത്താവെ. ഇന്നത്തെ ദിവസം കർത്താവെ പാട്ടുകൾ പാടി ലീഡ് ചെയ്യുന്ന പ്രിയ ദൈവദാസനെ കർത്താവെ കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദാസന്റെ ശുശ്രൂഷകൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആയിരിക്കുന്ന കർത്താവെ ആ ദൈവിക സന്നദ്ധ നിറയ്ക്കണമേ. ദൈവിക ശുശ്രൂഷകൾ വർദ്ധിച്ചു വരുവാൻ തന്റെ ദാസനെ സഹായിക്കണം, നന്മകളാൽ നിറയ്ക്കണം അപ്പാ പിതാവെ. കർത്താവെ സിസ്റ്റർ സിലുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ശക്തമായി കർത്താവെ ഇന്നത്തെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ആലോചനയോടൊന്ന് പകർന്നു തന്നുള്ള പച്ച. അത് കേൾക്കുന്നവരായിട്ട് മാത്രമല്ല പച്ച, ഈ നാളിൽ അതിന് മുഖാന്തരം ജീവിക്കായി തീരുവാൻ ദൈവം സഹായിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. അത് ഇന്നത്തെ ദിവസം കർത്താവെ വചനത്തിന്റെ വിടുതൽ ഒவ்வொரு കുടുംബങ്ങളിന്മേൽ വ്യാപരിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവെ. പ്രിയദാസനെയും കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ദൈവവേല അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന കർത്താവെ അവരെ ശുശ്രൂഷ മേഖലയിൽ വർദ്ധിച്ചു വരുവാൻ സ്വർഗ്ഗത്തെ ദൈവം സഹായിക്കണം എന്ന് കർത്താവെ സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. നിങ്ങളുടെ കർത്താവെ മീറ്റിംഗിൽ കർത്താവെ കടന്നു വന്ന എല്ലാ ബ്രദേഴ്സിനായി സിസ്റ്റേഴ്സിനായി പ്രിയ മാതാപിതാക്കൾക്കായി വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ അമ്മച്ചി അപ്പച്ചന്മാർക്കായി എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. വിഭിന്ന കർത്താവെ ദേശത്ത് നിന്ന് വന്ന കർത്താവെ ദൈവദാസന്മാരെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. റഹബോത്ത് മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കർത്താവെ. ഈ മിനിസ്ട്രി കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. അടുത്ത നാളിൽ കർത്താവെ വിഭിന്ന
ദേശങ്ങളിൽ കർത്താവെ ആ മിനിസ്ട്രിയുടെ കർത്താവെ ഹല്ലേലൂയ വേരുകൾ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കണമേ. പാസ്റ്റർ അനിയൻ പാസ്റ്റർ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ തന്റെ ദാസനെയും അനുഗ്രഹിക്കണം, സഹായിക്കണം. ശുശ്രൂഷ മേഖലകളെ അനുഗ്രഹിക്കണം, നന്മകളാൽ നിറയ്ക്കണം കർത്താവ്. ഇന്നത്തെ രാത്രി കാലം കർത്താവെ വിഭിന്ന കർത്താവെ ടൈം സോണിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഇന്ന് രാത്രി കാലം അങ്ങയുടെ വരവാൻ ഒവ്വൊരും ആ വരവിന് വേണ്ടി ഒരുങ്ങപ്പെട്ടവരായി തീരുവാൻ ദൈവം സഹായിക്കണം. നന്മകളാൽ നിറയ്ക്കണം, ദൈവിക സാന്നിധ്യത്താൽ നിറയ്ക്കണം. പ്രാർത്ഥനകൾക്കായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സിസ്റ്ററെ ആശീർവാദം പറയാമോ പ്ലീസ്? Yeah. The Psalm also, can you do the Ashirvadam also, Parayam? Okay. The grace of our Lord Jesus Christ be with you all. Amen. God bless you all. God bless you. God bless you, and walk with Jesus. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Amen. 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 താങ്ക് യു. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. നാളെ ഇതേ ടൈമില്